السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അധ്യാപകരെ, മറ്റു വിദ്യാർത്ഥിനികളെ, സുഹൃത്തുക്കളെ, ഷിയയിസത്തിൻ്റെ കേരളീയ മുഖങ്ങളെന്ന് പറഞ്ഞ് ഞങ്ങൾ തുടങ്ങിയ അതിൻ്റെ ഓരോ ക്ലാസ്സുകൾ അള്ളാഹുവിൻ്റെ തൗഫീഖോട് കൂടി വളരെ ഹ്രസ്വമായി അത് നടന്നു പോകുന്നുണ്ട്. അതിന് അള്ളാഹുവിനോട് ആദ്യമായിട്ട് സ്തുതി പറയുകയാണ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തൻ്റെ 23 വർഷ കാലഘട്ടത്തിൽ വളരെ കൃത്യമായി എങ്ങനെയാണ് ഒരു ഇസ്ലാമിക ജീവിതം വിശ്വാസി നയിക്കേണ്ടത് നാമൊക്കെ പഠിച്ചതാണ്. ലൈസൽ ഇജ്തിഹാദു ബിൽ കലാമി ബൽ ഹുവ ഫിൽ അമലി. അത് നാവ് കൊണ്ട് പറയുകയല്ല ചെയ്തത്, മറിച്ച് അത് കർമ്മം കൊണ്ട് തെളിയിച്ച് തന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റു മതങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരു വൈരുദ്ധ്യവുമില്ലാതെ കൃത്യമായി സംരക്ഷിച്ചു പോകുന്ന ഒരു മതം ഇസ്ലാം. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. മതമായി അള്ളാഹുവിൻ്റെ അടുക്കൽ ഇസ്ലാമാണ്. മറ്റു ഏത് മതങ്ങളെ എടുത്തു നോക്കിയാലും ആ മതങ്ങൾക്കൊന്നും ഒരു ഓപ്പണായിട്ട് സമൂഹത്തിൻ്റെ മുമ്പിൽ ഇറങ്ങിച്ചെന്ന് ഒരു ഡിബേറ്റിനോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ ഇറങ്ങിച്ചെന്ന് തൻ്റെ മതകാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രബോധനം ചെയ്യാനോ അത്ര കഴിഞ്ഞോളണമെന്നില്ല. എന്നാൽ ഇസ്ലാമിക സംഘടനകളിൽ ഏത് സംഘടനയായാലും അവർക്ക് മറ്റ് സമൂഹത്തിൻ്റെ മുമ്പിൽ ഇറങ്ങി കൃത്യമായി ഒരു ഭയവുമില്ലാതെ എൻ്റെ പിന്നിൽ സുന്നത്തുണ്ട് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനുണ്ട്, ഒരു വൈരുദ്ധ്യവുമില്ലാത്ത വിശുദ്ധ ഖുർആനുണ്ട്, സംരക്ഷിക്കപ്പെട്ട പ്രവാചകൻ്റെ ഹദീസുകളുണ്ട് എന്നുള്ള കൃത്യമായ വിശ്വാസത്തോടു കൂടി ഇറങ്ങാൻ സാധിക്കും. അതൊരു ധൈര്യമാണ്, അതൊരു ദലീലാണ്, വലിയൊരു തെളിവാണ് ഇസ്ലാം സത്യമാണ് എന്നുള്ളത്. അപ്പോൾ അത്രത്തോളം വളരെ കൃത്യമായി ഓരോ ഇസ്ലാമിക രീതികളും വിശ്വാസങ്ങളും കൃത്യമായി പഠിപ്പിച്ചു നിന്നിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മിൽ നിന്ന് കടന്നുപോയത്. അവിടുത്തെ ജീവിതം കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് 6-ാം നൂറ്റാണ്ടിലാണെങ്കിൽ ഇന്ന് 23-ാം നൂറ്റാണ്ടിലേക്ക് വരുമ്പോൾ മതത്തിൽ നമുക്കറിയാം എൻ്റെ വിഷയം ബിദ്അത്ത് എന്നുള്ളതാണ്. പലപ്പോഴും പല ആളുകൾക്കും എന്താണ് ബിദ്അത്ത്, സാധാരണക്കാർ അത് അവർ ഏറ്റെടുക്കാതെ നിൽക്കുന്ന. തൗറാത്ത് യഹൂദികൾക്ക് ഏൽപ്പിക്കപ്പെട്ടതാണ്, പക്ഷെ അവർ ഏറ്റെടുത്തില്ല. അവർ അതിൽ കൈ കടത്തി. അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുത്തു, ഇഷ്ടമില്ലാത്തതൊക്കെ തട്ടിമാറ്റി. അതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നത്, അവരെക്കുറിച്ച് പറയുന്നത് കമസലിൽ ഹിമാരി യഹ്മുലു അസ്ഫാർ, വേദഗ്രന്ഥങ്ങൾ ചുമക്കുന്ന കഴുതയെ പോലെയാണെന്ന്. വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ സ്ഥലത്ത് നമുക്കറിയാം ഒട്ടകങ്ങളൊക്കെയാണ് അവിടെ സാധാരണയായി കാണപ്പെടുന്നത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യഹൂദികളെ ഉപമിച്ചത് വേദഗ്രന്ഥങ്ങൾ ചുമക്കുന്ന കഴുതയെ പോലെയാണ് എന്ന്. താൻ എന്തു വഹിക്കുന്നു
എന്ത് വേദഗ്രന്ഥമാണ് വഹിക്കുന്നത്, ഇതിന്റെ ലക്ഷ്യം എന്താണ്, അതിനുള്ളിൽ ഉള്ളത് എന്താണ് എന്ന് കഴുതക്കറിയില്ല. നമ്മൾ പലപ്പോഴും വളരെ വിഡ്ഢിയായി ചിത്രീകരിക്കുന്ന ഒരു മൃഗമാണ് ഈ കഴുത എന്നുള്ളത്. അപ്പോൾ അത്രത്തോളം അധപ്പതിച്ചു പോയ ഒരു സമൂഹമായിട്ടാണ് വിശുദ്ധ ഖുർആൻ യഹൂദികളെ ചിത്രീകരിച്ചത്. അത് നസാറാക്കളിലേക്ക് വരികയാണെങ്കിൽ അതും അങ്ങനെ തന്നെ. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്താണോ പറഞ്ഞത് അതിന് നേരെ വിപരീതമാണ് നസാറാക്കളും കാണിച്ചത്. ഇവിടെ മമ്പുറത്തെ സയ്യിദ് അലവി തങ്ങൾ, അതുപോലെ തന്നെ സയ്യിദ് ഫളൽ പൂക്കോയ തങ്ങൾ, ഉമർ ഖാദി, അവരൊക്കെ ഇത്തരത്തിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന അനാചാരങ്ങളെയും ആദർശ വ്യതിയാനങ്ങളെയും അതിനൊക്കെ എതിരെ പോരാടി വരുന്നവരായിരുന്നു. പക്ഷേ അവരുടെ അനുയായികളൊക്കെ അവരുടെ ഖബർ പൂജിച്ചു, അവരുടെ ഖബറിന്റെ മുമ്പിൽ പോയി സുജൂദ് ചെയ്യുന്നു. അങ്ങനെ അവർ എന്തിനു വേണ്ടിയിട്ടാണോ അവർ പ്രവർത്തിച്ചത് അതിന് നേരെ എതിരായിട്ട് തൻ്റെ അനുയായികൾ മാറുന്ന ഒരു വേദനാജനകമായ അവസ്ഥയാണ് നാം മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായിട്ട് തന്നെ ആ ഖുർആനെ സംരക്ഷിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ഹദീസുകളൊക്കെ എടുത്തു നോക്കിയാൽ ഒരു തരത്തിലുള്ള കോട്ടവും വരാത്ത തരത്തിൽ അത് സംരക്ഷിക്കപ്പെടുകയാണ്. നമ്മൾ ഈ ദുനിയാവിലെ ഏതൊരു ഗ്രന്ഥവും എടുത്തു നോക്കിയാൽ, ഏതൊരു താരീഖിന്റെ ആകട്ടെ, അത്ര വലിയ ലൈബ്രറികൾ ഉണ്ടല്ലോ, അതിലൊക്കെ പലതരത്തിലുള്ള പല ആളുകളുടെയും ചരിത്രങ്ങളും മറ്റു കഥകളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇസ്ലാമിക ഗ്രന്ഥങ്ങളുടെ അല്ലെങ്കിൽ ഇസ്ലാമിയുടെ അടിത്തറ അതിൻ്റെ ഒപ്പം വെച്ച് നോക്കുകയാണെങ്കിൽ, അതൊരു മീസാനിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇസ്ലാമിന്റെ തട്ട് മാത്രമേ താഴ്ന്നിരിക്കുകയുള്ളൂ. കാരണം വളരെ കൃത്യവും വ്യക്തവുമാണ് ഇസ്ലാം എന്നുള്ളതാണ് നമുക്ക് ഓരോരുത്തർക്കും അറിയാൻ കാര്യം. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണ് ബിദ്അത്ത്? ബിദ്അത്തിന്റെ ഭാഷാപരമായ അർത്ഥം നമുക്കറിയാം. പുത്തനാചാരം എന്ന് സാധാരണ ആളുകൾ പറയാറുണ്ട്. പുത്തനാചാരം എന്ന് പറയുമ്പോൾ പല ആളുകളും പല അറബി കോളേജുകളും അല്ലെങ്കിൽ അറബി അറിയാവുന്ന 5-6 വർഷം കൊല്ലം അറബി ഓതി പഠിച്ച് അവർ തിരിച്ചു ചോദിക്കും, എന്നാൽ പുത്തനാചാരം നിങ്ങൾ മദ്രസകൾ ഉണ്ടാക്കുന്നില്ലേ, അല്ലെങ്കിൽ നിങ്ങൾ കോളേജുകൾ ഉണ്ടാക്കുന്നില്ലേ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് കോളേജുകൾ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ മദ്രസകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള വിവരമുള്ളവർ അങ്ങനെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ചോദിച്ച ആ തെളിവ് ചോദിച്ചുകൊണ്ട് അവനക്ക് സുബഹി 3 റക്അത്ത് നമസ്കരിക്കാൻ പറ്റൂല, ളുഹ്ർ 5 റക്അത്ത് നമസ്കരിക്കാൻ പറ്റൂല. പക്ഷെ ഒരു കുസൃതി ചോദ്യം പോലെ അവൻ ചോദിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കേണ്ടത് ഓരോന്നിനും മതപരമായ അർത്ഥവുമുണ്ട്, ഭാഷാപരമായ അർത്ഥവുമുണ്ട്, മതപരമായ അർത്ഥവുമുണ്ട്. നമുക്കറിയാം തഖ്വ എന്നുള്ളത്, നമ്മളൊക്കെ തഖ്വ എന്നുള്ളത് അള്ളാഹിനെ സൂക്ഷിച്ച് അവൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ച് ജീവിതത്തിൽ അള്ളാഹു എന്താണോ നിർദ്ദേശിച്ചത് അത് പ്രവർത്തിക്കുകയും അള്ളാഹു എന്താണോ വിരോധിച്ചത് അത് ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തി അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് നമ്മൾ തഖ്വ എന്ന് സാധാരണ പറയുന്നത്. പക്ഷേ അതിൻ്റെ ഭാഷാപരമായ അർത്ഥം നോക്കുകയാണെങ്കിൽ മനുഷ്യനെ ഉപദ്രവിക്കുന്ന എന്തുണ്ടോ അതിൽ നിന്നൊക്കെ ഉള്ള ഒരു സംരക്ഷണമാണ്. നമ്മൾ മുള്ളുകുത്തുന്നതിൽ നിന്ന് ചെരുപ്പ് ധരിക്കുന്നു, അത്തരത്തിലുള്ള ഒരു ഭാഷാർത്ഥമാണ് തഖ്വ എന്നുള്ളതിന് ഭാഷയിലുള്ള അർത്ഥം. അതുപോലെ തന്നെ നോമ്പിന്റെ കാര്യം എടുത്തു നോക്കിയാലും നോമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് മാറി നിന്ന്, നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് മാറി നിന്ന് രാവിലെ മുതൽ സുബ്ഹി മുതൽ മഗ്‌രിബ് വരെ തൻ്റെ ഭക്ഷണപാനീയങ്ങൾ ഒരിച്ചു മാറ്റി അങ്ങനെ ഒരു പ്രത്യേക ആരാധനയായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതാണ് നോമ്പ് എന്നുള്ളത്. അതിന് ഭാഷാപരമായി വേറെ അർത്ഥമാണ്. അതുപോലെ തന്നെയാണ് ബിദ്അത്ത് എന്നുള്ളത്. ആ ബിദ്അത്തിന്റെ മറ്റു തരത്തിലുള്ള പദങ്ങൾ നമുക്ക് വിശുദ്ധ ഖുർആനിൽ കാണാം. സൂറത്തു കഹ്ഫിന്റെ 9-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, കുൽ മാ കുൻതു ബിദ്അൻ മിനർ റസൂൽ. നബിയെ നീ പറയുക, ഞാൻ പ്രവാചകരിൽ ഒരു പുതിയ പ്രവാചകനല്ല, അവിടെ ഉപയോഗിച്ച വാക്ക് ബദഇ എന്നാണ്, അല്ല ബിദ്അൻ എന്നാണ്. അപ്പോൾ അവിടെ പുതിയ ഒരു പ്രവാചകൻ അല്ലെങ്കിൽ മുൻമാതൃക ഇല്ലാതെ പുതിയത് ഒന്നുള്ള അർത്ഥമാണ് അവിടെ വെക്കുന്നത്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ കാണാം ബദീഉസ് സമാവാതി വൽ അർദ്, ആകാശവും ഭൂമിയും മുൻ മാതൃക ഇല്ലാതെ. നമുക്കറിയാം ഒരു വീട് നിർമ്മിക്കണമെങ്കിൽ കൃത്യമായ എഞ്ചിനീയറിന്റെ പ്ലാനൊക്കെ വേണം. അപ്പൊ അങ്ങനെയൊക്കെ പ്ലാൻ ഉണ്ടെങ്കിൽ കൃത്യമായി നമുക്ക് വീട് അതിന്റെ അലൈൻമെന്റിൽ സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ബദീഉസ് സമാവാതി വൽ അർദ്, മുൻ മാതൃകയില്ലാതെ ആകാശ ഭൂമികളെ സൃഷ്ടിച്ചവനാണ് എന്നാണ്. അപ്പൊ മതപരമായി ഇതിന്റെ അർത്ഥത്തിലേക്ക് വരുമ്പോൾ സുന്നത്തിന് വളരെ വിദൂരമായി ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ മതപരമായി ഒരു പുതിയ നിയമം ഉണ്ടാക്കുക, അല്ലെങ്കിൽ മതപരമായി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരാത്ത, പഠിപ്പിക്കാത്ത, അവിടുത്തെ ജീവിതത്തിൽ ഒരിക്കലും
കാണാൻ സാധിക്കാത്ത തരത്തിലുള്ള ചില ആരാധനകളും ചില പ്രാർത്ഥനകളും ചില ആചാരങ്ങളും കൊണ്ടു നടക്കുന്നവരെ നമുക്ക് ബിദ്അത്തുകാരൻ എന്ന് വിളിക്കാം. മഹാനായ ഇമാം ഷാത്തിബി റഹിമഹുല്ല അദ്ദേഹം ഇത് കൃത്യമായി നിർവചിക്കുന്നു. എന്താണ് ബിദ്അത്ത്? ശറഈയായ ഒരു തെളിവുമില്ലാതെ അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ശറഈയായ ഒരു തെളിവുമില്ലാതെ ഒരു പുതിയ ആരാധന നടത്തുന്നത് അത് ബിദ്അത്തിൽ പെടുമെന്ന് മഹാനായ ഇമാം ഷാത്തിബി റഹിമഹുല്ല അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ അറബി നിഘണ്ടുവിൽ വളരെ പ്രശസ്തമായ മുഖ്താറു സിഹാഹിൽ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ അൽ ഹദീസു ഫിദ്ദീനി ബഅദൽ ഇക്മാൽ, ദീൻ പൂർത്തീകരിച്ചതിന് ശേഷം പുതുതായി ഉണ്ടാക്കുന്നതാണ് ബിദ്അത്ത്. നമുക്കറിയാം നമ്മുടെ ദീൻ ഇസ്ലാം എന്നുള്ളത് അത് പൂർണ്ണമായി അത് പൂർത്തീകരിച്ചിട്ടുണ്ട്. എന്നിട്ടും അതിൽ പുതുതായി എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ബിദ്അത്ത് എന്ന് പറയേണ്ടത്. അത് അങ്ങനെ ചെയ്യുന്നവരെയാണ് നമ്മൾ ബിദ്അത്തുകാരൻ എന്ന് പറയേണ്ടത്. അപ്പോൾ ഓരോ കാര്യങ്ങളും നമ്മുടെ നമസ്കാരമാകട്ടെ, നമ്മുടെ സുന്നത്ത് നമസ്കാരമാകട്ടെ, എല്ലാം കൃത്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റുക്കൂയിലേക്ക് എങ്ങനെ പോകേണ്ടത്, സുജൂദിലേക്ക് എങ്ങനെ പോകേണ്ടത്, തക്ബീറത്തുൽ ഇഹ്റാം എങ്ങനെ ചൊല്ലേണ്ടത്, അതിലൊക്കെ കൃത്യമായ മാതൃകയുണ്ട്. സുജൂദ് നമ്മളെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല, റുക്കൂ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല, തക്ബീറത്തുൽ ഇഹ്റാം അത് നമസ്കാരം അതുപോലെ അങ്ങനെ എന്താണെങ്കിലും അത് എങ്ങനെയാണ് അതിൽ നിൽക്കേണ്ടതടക്കം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, പറഞ്ഞതുപോലെ ബിദ്അത്തിന്റെ ഗൗരവം ഞാൻ മനസ്സിലാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു, ഇസ്ലാമിൽ കടത്തിക്കൂട്ടുന്നു. ഇസ്ലാമിന്റെ മതപൂർത്തീകരണത്തിന് ശേഷം ആ സുന്നത്ത് നമസ്കാരത്തിൽ നമ്മൾ വല്ല അധികം കാണിച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ ഫർള് നമസ്കാരത്തിൽ വല്ല അധികം കാണിച്ചാൽ അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ അത് ബിദ്അത്താണ്. നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയുടെ അടുക്കൽ 3 ആൾ വന്നു. നിങ്ങളെല്ലാവരും കേട്ട കഥയാണ്. ഒരാൾ പ്രവാചകനെ കുറിച്ച് അവർ അറിഞ്ഞത് പ്രവാചകന്റെ മുൻ കഴിഞ്ഞു പോയ എല്ലാ പാപങ്ങളും പുറത്തു വന്നിട്ടുണ്ട്, ഇനി വരാൻ പോകുന്ന പാപങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ വിചാരിച്ചു ഇത്രയൊന്നും പോരാ, പ്രവാചകൻ അത്രത്തോളം ഇബാദത്ത് ചെയ്യുന്നുണ്ട്, അപ്പോൾ പ്രവാചകനേക്കാൾ ഇബാദത്ത് ചെയ്യണം എന്നുള്ള ഒരു മാനസികാവസ്ഥ അവർക്ക് വന്നു. അപ്പോൾ അതിലൊരാൾ തീരുമാനിച്ചത് എന്താണ്, ഇനി പെണ്ണ് കിട്ടണില്ല, അപ്പോൾ പെണ്ണും കുട്ടികളൊക്കെ ശല്യമാണ് മതത്തിന്, അതുകൊണ്ട് ഇനി പെണ്ണിട്ടില്ല, ഇനി ഫുള്ള് ഇബാദത്തിലാണ്. രണ്ടാമത്തെ ആൾ തീരുമാനിച്ചു ഇനി എല്ലാ ദിവസവും നോമ്പ് നോൽക്കണം. മൂന്നാമത്തെ ആൾ തീരുമാനിച്ചു ഇനി രാത്രി ഉറക്കല്ല, ഇനി രാത്രി ഫുള്ള് ഇബാദത്തിലാണ്. പക്ഷെ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കാര്യം അറിഞ്ഞപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞോ എന്ന് അവരോട് ചോദിച്ചിട്ട് അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായ മതത്തിന്റെ കൃത്യമായ കാഴ്ചപ്പാട് അവിടെ അവരുടെ മുമ്പിൽ അവതരിപ്പിച്ചു കൊടുത്തു. ഫമൻ റഇബ അൻ സുന്നതി ഫലൈസ മിന്നി, എൻ്റെ സുന്നത്തിനെ ആര് നിരാകരിച്ചുവോ അവൻ എന്നിൽ പെട്ടവനല്ല, അവൻ മുസ്ലിം അല്ല, അവൻ വിശ്വാസിയല്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി അവരെ ഉപദേശിച്ചു. പല ആളുകൾക്ക് ഇബാദത്ത് ചെയ്യാൻ വളരെ ആവേശമാണ്. ഇബാദത്തിന്റെ ആധിക്യം കാരണത്താൽ അവർ ഇത്തരത്തിലുള്ള ബിദ്അത്തിലേക്ക് പോയാൽ പരലോകത്ത് വരുമ്പോൾ വലിയ നഷ്ടമാണ് അവർക്ക് സംഭവിക്കുന്നത്. പക്ഷെ അവർ മനസ്സിലാക്കുന്നില്ല എത്രത്തോളം വലിയ ഒരു ഗൗരവമുള്ള വിഷയത്തിലാണ് അവർ പെട്ടുപോയിട്ടുള്ളത് എന്ന്. ഭൗതികമായ കാര്യങ്ങൾക്ക് നമുക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം. ഭൗതികമായ മതത്തിനോട് വിരുദ്ധമില്ലാത്ത കാര്യങ്ങളിൽ നമുക്ക് ഭൗതികമായി പല കാര്യങ്ങളും, വല്ല വീട് നിർമ്മിക്കാം, അതുപോലെ മദ്രസ നിർമ്മിക്കാം, അതൊന്നും കുഴപ്പമില്ല. അതുകൊണ്ടാണ് അവിടുത്തെ അനുചരന്മാരോട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് അൻതും അഅലമു ബി ഉമൂരി ദുനിയാക്കും, ദുനിയാവിന്റെ കാര്യങ്ങൾ ഏറ്റവും അറിയുന്നത് നിങ്ങൾക്കാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ കൂടുതൽ ദുനിയാവിന്റെ കാര്യങ്ങൾ അറിയുന്നത് അത് നിങ്ങൾക്കാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി പറഞ്ഞിട്ടു. പക്ഷെ മതത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല. നമ്മൾ തന്നെ ലോജിക്കായി ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇവിടെ ഏതെങ്കിലും 4 ആളുകൾ കൂടി പുതിയ നിയമം ഉണ്ടാക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ 4 ആളുകൾ കൂടി പുതിയ പ്രാർത്ഥന ഉണ്ടാക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ 4 ആളുകൾ കൂടി പുതിയ ആരാധനകൾ ഉണ്ടാക്കുകയാണെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹു എന്തിനാണ് നിയോഗിച്ചത്? പിന്നെ എന്തിനാണ് ഇത്തരത്തിലുള്ള മതം ഉണ്ടാക്കേണ്ടത്? ഇവിടെയുള്ള ജനങ്ങൾക്ക് തന്നെ ഒരു പുതിയ മതം ഉണ്ടാക്കിക്കൂടെ? മറിച്ച് അങ്ങനെയല്ല. അങ്ങനെയായിരുന്നു മുൻ വേദക്കാരൊക്കെ ചെയ്തത്. അവർ അവരുടെ മതത്തിലൊക്കെ പുതിയ ആചാരങ്ങൾ, പുതിയ അനുഷ്ഠാനങ്ങളൊക്കെ കൂട്ടിക്കലർത്തി. അതുകൊണ്ടാണ് അവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശാപങ്ങളൊക്കെ വന്നത്. അതുകൊണ്ട് കൃത്യമായി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വര വരച്ചിട്ടുണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞ പോലെ ഒരു വര വരച്ചിട്ടുണ്ടെങ്കിൽ ആ വരയിൽ നിർത്തണം. ആ ഹദ്ദിൽ നമ്മൾ നിൽക്കണം.
പ്രവാചകൻ സല്ലല്ലാഹു ഒരാൾ പെരുന്നാൾ നമസ്കാരത്തിന് സ്വഹാബി പെരുന്നാൾ നമസ്കാരത്തിൻ്റെ മുമ്പ്, വലിയ പെരുന്നാൾ നമസ്കാരത്തിൻ്റെ മുമ്പ് ആടിനെ അറുത്തു. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞത് ഷാത്തുക ഷാത്തൽ ലഹം, യഥാർത്ഥത്തിൽ പെരുന്നാൾ നമസ്കാരത്തിൻ്റെ ശേഷമാണ് ആടിനെ അറുക്കേണ്ടത്. പക്ഷേ അദ്ദേഹം പെരുന്നാൾ നമസ്കാരത്തിൻ്റെ മുമ്പ് അറുത്തു. അപ്പോൾ നിന്റെ ആട് എന്ന് പറഞ്ഞാൽ സാധാരണ ആടിനെ അറുത്ത് ഇറച്ചി തിന്നണ പോലെയുള്ള സാധാരണ ആടാണ്. മറിച്ച് പെരുന്നാളിനുള്ള പ്രതിഫലം, പെരുന്നാളിൻ്റെ ശേഷം അറുക്കുന്ന ആ പ്രവാചകന്റെ സുന്നത്തിലുള്ള ആ പ്രതിഫലം അദ്ദേഹത്തിന് നഷ്ടമായി എന്ന് ഞാൻ മനസ്സിലാക്കണം. അതുകൊണ്ട് ദീൻ പൂർത്തിയായി അത് കൃത്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നു. അത് സൂറത്തുൽ മാഇദയിൽ അള്ളാഹു പ്രഖ്യാപിക്കുന്നുണ്ട്, അൽയൗമ അക്മൽതു ലക്കും ദീനുക്കും, ഇന്ന് നിങ്ങളുടെ ദീൻ പൂർത്തിയായിരിക്കുന്നു. വ അത്മംതു അലൈക്കും നിഅമതി, എൻ്റെ നിഅമത്തുകൾ, എൻ്റെ അനുഗ്രഹം ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. വ റളീതു ലക്കും ഇസ്ലാമ ദീനായി ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു. മഹാനായ മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇതിൻ്റെ വിശദീകരണത്തിലൊക്കെ ഈ ആയത്തിനോട് സംബന്ധിച്ചുമായി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ആരെങ്കിലും പുതുതായി ഒരു കാര്യം ബിദ്അത്തായി കൊണ്ടുവന്നാൽ ഇസ്ലാമിൽ യറാഹ ഹസന, അത് അവൻ നല്ലതായിട്ടാണെങ്കിലും അത് ദിക്റല്ലേ, അത് ഖുർആനല്ലേ, അത് പ്രാർത്ഥനയല്ലേ, അത് അള്ളാന്റെ റസൂലിനെ പുകഴ്ത്തുന്നതല്ലേ, അത് അള്ളാഹുവിനെ പുകഴ്ത്തുന്നതല്ലേ എന്നുള്ള വ്യാജേന അവൻ നല്ലതായി അതിനെ കണ്ടാലും ഫഖദ് സഅമ അന്ന മുഹമ്മദൻ ഖാന റിസാല, അവൻ പറയാതെ പറയുന്നത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ റിസാലത്തിൽ വഞ്ചന കാണിച്ചിട്ടുണ്ട് എന്നാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില കാര്യങ്ങളൊന്നും, ചില ആരാധനകളൊന്നും, ചില പ്രാർത്ഥനകളൊന്നും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല എന്നാണ് അവൻ പറയാതെ പറയുന്നത് എന്നാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു റഹിമഹുല്ല പറയുന്നത്. അതുകൊണ്ട് വളരെ ഗൗരവമായി നാം ചിന്തിക്കേണ്ടതാണ്. എന്നിട്ട് അദ്ദേഹം ഈ ആയത്ത് ഉദ്ധരിച്ചു, അൽയൗമ അക്മൽതു ലക്കും ദീനുക്കും, ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്ന് വളരെ കൃത്യമായി ഇമാം മാലിക് റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഫമാ ലം യകുൻ യൗമ ഇദിൻ ദീനൻ ഫലാ യകൂനൽ യൗമ ദീനൻ, ആ 6-ാം നൂറ്റാണ്ടിൽ എന്ത് ദീനാണോ അതിന് തന്നെയാണ് ഈ 21-ാം നൂറ്റാണ്ടിലും ദീന്. അല്ലാതെ അതിൽ നിന്ന് ഒരു പുതിയ കാര്യമോ ഒരു പുതിയ തരത്തിലുള്ള ആചാരങ്ങളോ ആരാധനയോ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിന് പലതരത്തിലുള്ള വിമർശനങ്ങൾ വരുന്നത്. യുക്തിവാദികളായ ഇസ്ലാം വിമർശകരായ പല ആളുകളും ഇസ്ലാമിനെ വിമർശിക്കുന്നു. ആ 6-ാം നൂറ്റാണ്ടിലെ നിയമം എന്താണ്? അത്തരത്തിലുള്ള പല നിയമങ്ങളെ അവരെ കളിയാക്കുന്നു. പക്ഷേ നമ്മൾ പറയും അനന്തരാവകാശ നിയമങ്ങൾ, അത് അന്ന് എന്തൊരു നിയമമായിരുന്നു അത് തന്നെയാണ് ഇന്നുള്ള നിയമം. മറ്റു സ്ത്രീകളോടുള്ള സമീപനം, സമൂഹത്തോടുള്ള സമീപനം, അത് അന്ന് എങ്ങനെയാണോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നത് അതുപോലെ തന്നെയാണ് ഇന്ന്. കാരണം അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്. ആ നിയമങ്ങളൊക്കെ നമ്മുടെ തലച്ചോറ് നിർമ്മിച്ച തലച്ചോറിന്റെ ബുദ്ധി പ്രവർത്തിക്കുന്നത് അറിയുന്ന, ഹൃദയത്തിന്റെ വിചാരങ്ങൾ അറിയുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയ നിയമങ്ങളാണ്. അതുകൊണ്ട് അത് 21-ാം നൂറ്റാണ്ടാണെങ്കിലും അതൊരു 100 നൂറ്റാണ്ട് കഴിഞ്ഞാലും ആ നിയമങ്ങൾ നമ്മുടെ ഈ ദുനിയാവിൽ നിയമമായിട്ട് തന്നെ നിൽക്കും. അതുകൊണ്ട് വളരെ കൃത്യമായി എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ച് അതിൽ നമ്മൾ പുതുതായി ഒന്ന് ഉണ്ടാക്കുന്നത് അത് വലിയ ഗൗരവമായിട്ട് തന്നെയാണ് നമ്മുടെ ഇസ്ലാമിൽ പഠിപ്പിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഹദീസാണ്, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ ഫീഹി വഫഹുവ റദ്ദുൻ. നമ്മുടെ ഈ മതകാര്യത്തിൽ ആരെങ്കിലും പുതുതായി വല്ല കാര്യങ്ങൾ ഉണ്ടാക്കിയാൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ്. ആരെങ്കിലും പുതുതായി എന്തെങ്കിലും സുന്നത്ത് നമസ്കാരങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാർത്ഥനകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക സമയത്തുള്ള ആരാധനകൾ അല്ലെങ്കിൽ ഒരു പ്രത്യേക സമയത്തുള്ള സിയാറത്ത് അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥലത്തേക്കുള്ള സിയാറത്ത് അത്തരത്തിൽ എന്ത് കൊണ്ടുവന്നാലും ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ് എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരാണ്. മഹാനായ സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അദ്ദേഹം പറയാണ്, ഇത്തബിഉ, നിങ്ങൾ പ്രവാചകന്റെ മാതൃക പിൻപറ്റണം എന്നാണ്. പ്രവാചകന്റെ മാതൃക പിൻപറ്റണം. ഫലാ തബ്തദിഉ, നിങ്ങൾ ഒന്നും പുത്തനാചാരം ഒന്നും ഉണ്ടാക്കരുത്. ഫഖദ് കഫൈതും, ഈ നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അത് തന്നെ ധാരാളമുണ്ട്. 5 വഖ്ത് നമസ്കാരങ്ങൾ, 12 വഖ്ത്, അതിന് പുറമെ റവാത്തിബ് നമസ്കാരങ്ങൾ, അതുപോലും നമുക്ക് നിർവഹിക്കാൻ സമയമില്ല. അങ്ങനെ ധാരാളം തഹജ്ജുദ്, ളുഹ, അങ്ങനെ ധാരാളം ആരാധനകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതൊക്കെ തന്നെ ഫഖദ് കഫൈതും, അതൊക്കെ തന്നെ മതിയായതാണ്. അതുകൊണ്ട് നിങ്ങൾ വലാ തബ്തദിഉ, നിങ്ങൾ ഒന്നും പുത്തനാചാരം ഉണ്ടാക്കരുത് എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസിൽ കാണാം, അന്നി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്നഹു ലൈസ ശൈഉൻ യുഖദ്ദിബുകും ഇലൽ ജന്നതി ഇല്ലാ ഖദ് അമർതുകും ബിഹി.
സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു കാര്യവും നിങ്ങളോട് കൽപ്പിക്കാതെ ഞാൻ പോയിട്ടില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അതുപോലെ തന്നെ വലൈസ ശൈഉം യുഖദിബുകും ഇലന്നാരി ഇല്ലാ ഖദ് നഹൈതുകും ബിഹി, നരകത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു കാര്യവും നിങ്ങളോട് വിലക്കിയിട്ടില്ലാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടു കളഞ്ഞിട്ടില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വളരെ കൃത്യമായി പറയുന്നു. അപ്പൊ ബിദ്അത്തുകാരൻ പറയുന്നത് എന്താണ്? സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന മൗലൂദുകൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല, സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന ചില പ്രാർത്ഥനകൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല, സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന ഇന്ന സ്ഥലത്തേക്ക് യാത്ര ചെയ്താൽ അവിടുന്ന് കൂലി കിട്ടുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടില്ല എന്നാണ് ബിദ്അത്തുകാരൻ ഈ ഹദീസിന്റെ എതിരിൽ ബിദ്അത്തുകാരൻ പറയുന്നത്. പക്ഷെ ഞാൻ മനസ്സിലാക്കേണ്ടത്, എന്നാൽ ഈ ബിദ്അത്ത് ചെയ്യുന്നവർ ഈ ഹദീസിനെ അംഗീകരിക്കുകയാണെങ്കിൽ അവനെതിരെ തന്നെ ഇതൊരു തെളിവാവുകയാണ്. അവനെതിരെ തന്നെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന എല്ലാ കാര്യവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നാൽ ഇനി അതിന്റെ ശേഷം വല്ല കാര്യവും ഉണ്ടോ എന്ന് ചോദിക്കുന്നത് അത് വിരോധാഭാസമാണ്. അത് ബുദ്ധിയുള്ളവർക്ക് ചോദിക്കുന്നത് അത് അസാധ്യമാണ്. അതുകൊണ്ട് വളരെ കൃത്യമായി പ്രവാചകന്റെ മാതൃക പിൻപറ്റി പ്രവാചകൻ എങ്ങനെയാണോ പഠിപ്പിച്ചു തന്നത് അത് കൃത്യമായി ജീവിതത്തിൽ പകർത്താൻ നാം ഓരോരുത്തരും ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതിന് സമാനമായ ഹദീസ്, മൻ അമില അമലൻ ലൈസ അലൈഹി അംരിനാ ഫഹുവ റദ്ദുൻ, നമ്മുടെ കൽപ്പന പ്രകാരമില്ലാതെ ഒരു പ്രവർത്തനം ആരെങ്കിലും പ്രവർത്തിക്കുകയാണെങ്കിൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ് എന്നാണ്. നബിദിനാഘോഷം നമുക്കറിയാം, നബിദിനാഘോഷം അടുത്തു. എല്ലാവർക്കും അറിയാം 3 നൂറ്റാണ്ടിലുള്ള പ്രഗത്ഭമായ ഒരു സ്വഹാബിയും അത് ചെയ്തിട്ടില്ല എന്ന്. ഈമാനിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത് ചെയ്തിട്ടില്ല എന്നറിയാം. അത് ചെയ്തിട്ടല്ല അറിയാം. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അത് ചെയ്തിട്ടില്ല എന്നറിയാം. ഏതുവരെ? 4 മദ്ഹബിന്റെ ഇമാമുകൾ, ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാം അഹ്മദ് ബിൻ ഹംബൽ, അങ്ങനെ ഓരോ മദ്ഹബിന്റെ ഇമാമുകൾ വരെ ഇത് ചെയ്തിട്ടില്ല എന്ന് കൃത്യമായി അറിഞ്ഞിട്ടും അത് ചെയ്യുന്നവരെ അവസ്ഥ ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ. അത്തരത്തിലാണ് ബിദ്അത്ത് നമ്മളിലേക്ക് കടന്നുകൂടുന്നത്. മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുല്ലാ ഫത്ഹുൽ ബാരി ഇതാണ്, ഇമാം സ്വഹീഹുൽ ബുഖാരിയുടെ ശറഹ് എഴുതിയ വ്യക്തിയാണ്. എല്ലാവരും അംഗീകരിക്കുന്ന അഹ്ലുസുന്നത്ത് വൽ ജമാഅ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു പണ്ഡിതനാണ് അദ്ദേഹം. അദ്ദേഹത്തിനോട് ഈ മൗലീദ് ആഘോഷത്തിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ബിദ്അത്തിന്റെ അസ്ൽ തന്നെ മൗലീദിന്റെ അസ്ൽ തന്നെ അത് പുത്തനാചാരമാണ് എന്നാണ്. ലം തൻകുല അലാ അൻ അഹദിൻ മിനസ് സലഫി സ്വാലിഹിൻ മിനൽ ഖുറൂനി സലാസ, മുൻകഴിഞ്ഞു പോയ 3 നൂറ്റാണ്ടുകളിൽ ഒരു ആളുകളും ഈ മൗലിദ് ആഘോഷം അത് നടത്തിയിട്ടില്ല എന്ന് മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുല്ലാ അദ്ദേഹം പറയാണ്. അപ്പോൾ എത്ര ഗൗരവമുണ്ട് സഹോദരങ്ങളെ. എല്ലാവരും അംഗീകരിക്കുന്ന പണ്ഡിതനാണ്. ഇതൊക്കെ അറിവുള്ളവർ വായിക്കും. ഈ ബിദ്അത്തൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ഇത് വായിക്കുന്നതാണ്. എന്നിട്ടും എന്തുകൊണ്ട് അവർ ഈ നബിദിന ആഘോഷം ആചരിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, ഏറ്റവും നല്ല നൂറ്റാണ്ട് എൻ്റെ നൂറ്റാണ്ടാണ്, അതിനുശേഷമുള്ള നൂറ്റാണ്ടാണ് പിന്നെ ഖൈർ, അതിനുശേഷമുള്ള നൂറ്റാണ്ടാണ് പിന്നെ ഖൈർ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ അനുചരന്മാരും ജീവിച്ചിരുന്ന ആ കാലഘട്ടമാണ് ഏറ്റവും നല്ല കർണ്. അതിനുശേഷം പിന്നെ സ്വഹാബാക്കളുടെ കാലമായി, അതിനുശേഷം പിന്നെ താബികളുടെ കാലമായി, അതിനുശേഷം പിന്നെ താബികളുടെ കാലമായി. ഇത്തരത്തിൽ ഏത് കാലഘട്ടം നമ്മൾ എടുത്തു നോക്കിയാൽ ആ 3 നൂറ്റാണ്ടിൽ പ്രശസ്തമായ എല്ലാ പണ്ഡിതന്മാരും കഴിഞ്ഞു പോയ ആ 3 നൂറ്റാണ്ടുകളിൽ പോലും നമുക്ക് ഇത്തരത്തിലുള്ള ഈ നബിദിന ആഘോഷത്തെ കുറിച്ച് നമുക്ക് ഒരു തെളിവും പറയാൻ സാധിക്കില്ല. നമ്മൾ സുന്നത്തിലേക്കും വിശുദ്ധ ഖുർആനിലേക്കും മടങ്ങണമെന്ന് പറയും. പക്ഷെ അതിലേക്കൊക്കെ മടങ്ങുമ്പോഴും ഇതിനെക്കുറിച്ചുള്ള ഒരു വിവരവും കിട്ടൂല. എന്നിട്ടും ഈ ആളുകൾ, ഈ ബിദ്അത്ത് ചെയ്യുന്ന ആളുകൾ പറയുന്നു വിശുദ്ധ ഖുർആനിൽ നബിദിനാഘോഷത്തിന് തെളിവുണ്ട് എന്ന് പറയുന്നു, ഹദീസിൽ നബിദിനാഘോഷത്തിന് തെളിവുണ്ട് എന്ന് പറയുന്നു. എന്താണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത് മനസ്സിലായില്ലേ? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അത് മനസ്സിലായില്ലേ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അത് മനസ്സിലായില്ലേ? ഇമാം ഷാഫിക്ക് അത് മനസ്സിലായില്ലേ? ഇമാം മാലിക്കിന് അത് മനസ്സിലായില്ലേ? അത്തരത്തിലുള്ള മഹാന്മാരായ പണ്ഡിതന്മാർക്കൊന്നും അത് മനസ്സിലായില്ലേ? അത് 21ാം നൂറ്റാണ്ടിലുള്ള ഈ ആളുകൾക്കാണോ അത് മനസ്സിലായത്? അതുകൊണ്ട് വളരെ കൃത്യമായി നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. അസ്ലായി അത് ബിദ്അത്ത് തന്നെയാണ് എന്ന് നാം കൃത്യമായി മനസ്സിലാക്കണം. മഹാനായ സ്വഹാബി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വിളിപ്പേര് തന്നെ മുത്തബിഉസ് സുന്ന എന്ന. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭൗതിക കാര്യങ്ങൾ വരെ, സുന്നത്തിന് പുറമെ ഭൗതിക കാര്യങ്ങൾ വരെ തന്റെ ജീവിതത്തിലേക്ക് പടർത്തുന്ന ആളാണ് മുത്തബിഉസ് സുന്ന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. എന്താണ് അദ്ദേഹത്തിന് മനസ്സിലായില്ലേ?
അദ്ദേഹത്തിന് മനസ്സിലായില്ലേ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്ന സമയത്ത് നബിദിനം ആഘോഷിക്കണമെന്ന് അദ്ദേഹത്തിന് എന്താ മനസ്സിലായില്ലേ? വിശുദ്ധ ഖുർആനിൽ നിന്നും അതുപോലെ തന്നെ തിരുസുന്നത്തിൽ നിന്നും. അല്ലെങ്കിൽ ഇനി പറയുമ്പോൾ അവർക്ക് സമ്പത്തില്ലാത്തത് കൊണ്ടാണോ? അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഓരോ നബിദിനം കഴിയുമ്പോഴും പലതരത്തിലുള്ള കേക്ക് മുറിയും അതുപോലെ തന്നെ ബൾബുകളും അതുപോലെ പള്ളിയൊക്കെ അലങ്കരിച്ച് നസാറാക്കളെ പോലെ അത്രയും അധപ്പതിച്ച രീതിയിലേക്ക് മുസ്ലിം സമൂഹം എത്തുമ്പോൾ ഓരോ കൊല്ലവും അതിനെ വളരെ വിപുലീകരിച്ച് വളരെ പുതുതായി വളരെ ആവേശത്തോടെയാണ് നിർവഹിക്കുന്നത്. പക്ഷെ നാം മനസ്സിലാക്കേണ്ടത്, ഒരു സ്വഹാബി പോലും, ഒരു മഹാന്മാരായ സലഫി സ്വാലിഹീങ്ങളായ പണ്ഡിതന്മാർ പോലും അത് നിർവഹിച്ചിട്ടില്ല, അത് ചെയ്തിട്ടില്ല എന്ന് കൃത്യമായി ഇവർക്കറിയാം. എന്നിട്ടും ഇത്തരത്തിലുള്ള സാധാരണക്കാരെ ഇത്തരത്തിലുള്ള ബിദ്അത്തിലേക്ക് കൊണ്ടുപോയി അവരുടെ പരലോകത്തെ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, ഇവർ എഴുതി വെച്ച ഇവരുടെ വലിയ ഉസ്താദാണ് താഴെ ഉസ്താദ്. അവർ തന്നെ പറയുന്നത്, മൗലീദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ, എന്നും സഖാവി പറഞ്ഞതായി കാണുന്നതാ, ഹലബി 1-ാം ഭാഗമിൽ നോക്കേണ്ടതാ. ഇവിടെ ഉസ്താദ് പറഞ്ഞു വെച്ചിരിക്കുന്നത് 3 നൂറ്റാണ്ടിന് ശേഷമാണ് വന്നത് എന്ന്. മൗലീദ് ആഘോഷം 3 നൂറ്റാണ്ടിന് ശേഷമാണ് വന്നത് എന്ന് ഇവരെ ഉസ്താദ് തന്നെ പറയുന്നുണ്ട്. എന്നിട്ടും ഇവർ പറയുന്നു അത് ഖുർആനിൽ തെളിവുണ്ട്, ഹദീസിൽ തെളിവുണ്ട് എന്ന് പറഞ്ഞ് സാധാരണക്കാരെ പറ്റിക്കുന്ന ഒരു അവസ്ഥ. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ തന്നെ ബിദ്അത്തിനെ, ഞാൻ നേരത്തെ പറഞ്ഞു, ഇസ്ലാം കൃത്യമായി പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം വല്ല സുന്നത്തോ അല്ലെങ്കിൽ അതിനുശേഷം വല്ല ദിക്റോ ഒരാൾ പുതുതായി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് വളരെ ഗൗരവമായി എടുക്കേണ്ട കാര്യമാണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസ് കാണുന്ന, യൂട്യൂബിലൊക്കെ റീൽസ് കാണുന്ന പല പണ്ഡിതന്മാരാണ് എന്ന് വാദിക്കുന്ന പല ആളുകൾ മുമ്പിലേക്ക് കടന്നു വരും. എന്നിട്ട് ഇന്ന സൂറത്ത് അല്ലെങ്കിൽ സൂറത്തുൽ ഫത്ത്, ഒരു 21ന്റെ കണക്കാണ്, 21 വട്ടം സൂറത്തുൽ ഫത്ത് ഓതിയാൽ ജീവിതത്തിൽ ഇന്ന നേട്ടങ്ങളുണ്ടാകും. ആര് പഠിപ്പിച്ചു? ഏത് മത്തിനാണ് അതിനുള്ളത്? എന്തെങ്കിലും ഒരു ചെറിയ വാക്യങ്ങൾ വേണ്ടേ? എന്നിട്ട് പറയും അത് മഹാന്മാരായ ഉലമാക്കളുടെ കിതാബുകളിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയും. അപ്പോ എന്ത് പച്ച കള്ളമാണ് പറയുന്നത്? അതായത് അതിന് മറ്റൊരു അടിയിൽ കാണിച്ചാൽ പോരെ, ഇന്ന ഹദീസ് ഉണ്ട് അല്ലെങ്കിൽ ഇന്ന വിശുദ്ധ ഖുർആനിൽ ഇന്ന ആയത്തുണ്ട് എന്ന് കാണിച്ചാൽ തീരാനുള്ള വിശ്വാസം അപ്പൊ തീരും. പക്ഷേ മഹാന്മാരായ പണ്ഡിതന്മാർ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് കളവ് പറയുക എന്നല്ലാതെ മറ്റൊരു മാർഗം അവർക്കില്ല. അതുപോലെ തന്നെ മഹാന്മാരായ നമ്മുടെ ജീവിതത്തിലെ പല തരത്തിലുള്ള ദിക്റുകൾ, പ്രാർത്ഥനകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത കുട്ടികളുണ്ടാവാൻ പ്രത്യേക പ്രാർത്ഥന, പരീക്ഷയിൽ ജയിക്കാൻ പ്രത്യേക പ്രാർത്ഥന, പ്രത്യേക സ്വലാത്ത്, ഇതൊക്കെ ആര് പഠിപ്പിച്ചു സഹോദരങ്ങളെ? ഇതൊക്കെ ഇവർ പഠിപ്പിക്കുകയാണെങ്കിൽ, ഇവർ ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് പ്രവാചകൻ നമ്മളിലേക്ക് വന്ന് കടം വീടാൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥന നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മനസ്സിന് ശാന്തം കിട്ടാൻ, നമ്മുടെ ഹുസ്നൊക്കെ, നമ്മുടെ സങ്കടമൊക്കെ ഒന്ന് മാറാൻ, നമ്മുടെ ഉത്കണ്ഠയൊക്കെ മാറാൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പ്രാർത്ഥന പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ പ്രാർത്ഥനകളൊക്കെ കൃത്യമായി നമുക്ക് പ്രാർത്ഥനയുടെ ബുക്കിൽ വലിയ കട്ടിയുള്ള പ്രാർത്ഥന ബുക്കൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. എന്നിട്ടും അതിന് പുറമെ അത്തരത്തിലുള്ള പ്രാർത്ഥനയൊന്നും ഇവർ കാണിച്ചു കൊടുക്കുകയില്ല. മഹാന്മാരായ പണ്ഡിതന്മാരെ ഈ ബിദ്അത്തിനെ കുറിച്ച് പറയുമ്പോൾ കാണാം, ഒരു ബിദ്അത്ത് വന്നാൽ ആ സുന്നത്ത് അവിടെ മറഞ്ഞു കളയുമെന്നാണ്. അതുപോലെ തന്നെയാണ് അവസ്ഥ. പറയുന്നതെല്ലാം ബിദ്അത്ത്, പറഞ്ഞതെല്ലാം പുത്തനാചാരം. മറിച്ച് ഹദീസിന്റെ അടിസ്ഥാനത്തിൽ വന്ന ഒരു പ്രാർത്ഥന പോലും കൃത്യമായി അവർ പറയുന്നില്ല. മറിച്ച് ഏതെങ്കിലും ഇന്ന ആയത്ത് ഇത്ര വട്ടം ഓതിയാൽ, 1000 വട്ടം ഓതിയാൽ, 100 വട്ടം ഓതിയാൽ ഇന്ന പ്രതിഫലം കിട്ടും, അല്ലെങ്കിൽ ഇന്ന ജീവിതത്തിൽ ഇന്ന നേട്ടങ്ങൾ ഉണ്ടാകും എന്നുള്ള ചൂഷണത്തിന്റെ വിശ്വാസം പാവങ്ങളായ സാധാരണക്കായ ജനങ്ങളുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുന്നതാണ് ഇവിടുത്തെ പൗരോഹിത്യത്തിന്റെ അവസ്ഥ. അതുകൊണ്ട് നമ്മൾ വളരെ കൃത്യമായി അതിനെ മനസ്സിലാക്കേണ്ടതുണ്ട്. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ വിശ്വാസ രംഗത്തുള്ള ബിദ്അത്തുണ്ട്. അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന അത് വിശ്വാസ രംഗത്തുള്ള ബിദ്അത്താണ്. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥന, അള്ളാഹുവിൽ വിശ്വാസമുണ്ട്. അതിന് പുറമെ ശേഖന്മാരെയും അതുപോലെ തന്നെ ഔലിയാക്കളെയും അതുപോലെ തന്നെ ഖബർ പൂജയും അത്തരത്തിലുള്ള വ്യത്യസ്തങ്ങളായ വിശ്വാസ വ്യതിയാനങ്ങളിലേക്ക് പോയാൽ അതും വലിയ ഒരു തകരാറിലേക്ക്, നാളെ പരലോകത്തിൽ വലിയ ഒരു നഷ്ടത്തിലേക്ക് നമ്മളെ എത്തിക്കും. അതുപോലെ തന്നെ ഇത് ആരാധന വർദ്ധിപ്പിക്കുക, വിദേഹത്തിന്റെ പല രൂപങ്ങളിൽ അതുകൊണ്ട് ആരാധന വർദ്ധിപ്പിക്കുക, പുതിയ ആരാധന, നാരിയ സ്വലാത്ത്, അതുപോലെ തന്നെ തസ്ബീഹ്, നമസ്കാരം. ഒരു അടിസ്ഥാനവുമില്ല. ഒരു നമസ്കാരം പുതുതായി ഉണ്ടാക്കുകയാണ്. ഒരു അടിസ്ഥാനവുമില്ലാത്ത, ഒരു സ്വഹീഹായ ഹദീസും വന്നില്ലാത്ത ഒരു തസ്ബീഹ് നമസ്കാരം എന്നുള്ള നമസ്കാരമടക്കം നമ്മുടെ ഈ കാലഘട്ടത്തിൽ തന്നെ അത്തരത്തിലുള്ള ബിദ്അത്തുകൾ നടക്കുന്നുണ്ട്. ഒരു അടിസ്ഥാനവുമില്ലാത്ത നമസ്കാരമാണ് അത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ നബിദിനാഘോഷം, മൗലീദ് ആഘോഷം, ഒരു അടിസ്ഥാനവുമില്ല. അതുപോലെ തന്നെ നമ്മളെല്ലാവരും ബാങ്കിന് ശേഷം പ്രാർത്ഥിക്കുന്നവരാണ്. ഇത്തരത്തിലുള്ള ആളുകൾ ചെയ്യുന്നത് അവരുടെ പ്രാർത്ഥന, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനയിലും പുതിയ പ്രാർത്ഥന കടത്തിക്കൂട്ടുകയാണ്.
നമ്മൾ ബാങ്കിന് ശേഷം പ്രാർത്ഥിക്കും അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തഅമ്മതി വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദി അൽ വസീലത്തുൽ ഫളീലത്തുൽ ദറജത്തുർ റഫീഅ വബഅത്ഹു മഖാമ മഹ്മൂദൻ ലില്ലദി വഅത്ത. അതുവരെ നമ്മൾ പ്രാർത്ഥിക്കും. പക്ഷേ ഈ ആളുകൾ അവിടെ കൂട്ടിക്കലർത്തി വർസുഖ്നാ ശഫാഅത്തു യൗമൽ ഖിയാമ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് നാളെ പരലോകത്ത് വെച്ച് ഞങ്ങൾക്ക് കിട്ടണമെന്നുള്ള പ്രാർത്ഥനയും കൂടെ അവിടെ ആഡ് ചെയ്തു. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അത് ബിദ്അത്താണ്. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മാതൃകയുമില്ല. മാത്രമല്ല നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന സ്വലാത്തുണ്ട്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വ അലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ് ഇന്നക ഹമീദും മജീദ്. പക്ഷേ ഇന്നത്തെ ഈ ബിദ്അത്തിന്റെ ആളുകൾ എന്താ ചെയ്യുന്നത്? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ്, നമ്മുടെ നേതാവാണ് നമുക്കറിയാം. നമ്മൾ സയ്യിദിന എന്നും കൂടെ അവിടെ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വ അലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വ അലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അത്തരത്തിലുള്ള പ്രാർത്ഥനകൾ അവിടെ സയ്യിദിന എന്ന് ആ ഇബ്രാഹിമിയ സ്വലാത്തിൽ ചേർക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ പ്രവാചകൻ തന്നെയാണ് ഹബീബുന വ സയ്യിദുന വ ശരീഫുന, നമ്മുടെ പ്രവാചകനാണ്, നമ്മൾ വലുതായി കാണുന്ന പ്രവാചകൻ തന്നെയാണ്. പക്ഷേ അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന സ്വലാത്തിൽ അത് ആഡ് ചെയ്യാൻ ആരാണ് അവർക്ക് അവകാശം കൊടുത്തത്? പ്രവാചകന് പോലും അവകാശമില്ല ഈ ദീനിൽ. പ്രവാചകന്റെ സ്വന്തം ഇഷ്ടപ്രകാരം എന്തെങ്കിലും പുതിയ ആചാരങ്ങളോ അല്ലെങ്കിൽ പുതിയ അനുഷ്ഠാനങ്ങളോ നിർവഹിക്കാൻ പ്രവാചകന് പോലും അവകാശമില്ല. എന്നിട്ട് ആരാണ് ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള പ്രാർത്ഥനകളും ഇത്തരത്തിലുള്ള അനുഷ്ഠാനങ്ങളും തെറ്റായ ആചാരങ്ങളും സാധാരണക്കാർക്കിടയിലേക്ക് ഇട്ടുകൊടുക്കാൻ അവകാശം നൽകിയതെന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെയാണ് വേറെ ഒന്ന്, നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടപ്രാർത്ഥന. പല ആളുകളും കൂടി പ്രാർത്ഥിച്ചാൽ വലിയ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമെന്നാണ്. എന്നാൽ നമ്മൾ പള്ളിയിലേക്കൊക്കെ പോകുമ്പോൾ പല പള്ളിയിലും അത് നമസ്കാരത്തിന് ശേഷം ഒരു കൂട്ടപ്രാർത്ഥന ഉണ്ടാകും. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിന് ശേഷം എന്താണോ പ്രവർത്തിച്ചത് അതിന് കടകവിരുദ്ധമായിട്ടാണ് അത് പ്രവർത്തിക്കുന്നത്. നമുക്ക് ഈ ജനങ്ങളെയല്ല ഇഷ്ടം. നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തത്തേക്കാൾ, കുടുംബത്തേക്കാൾ, മക്കളേക്കാൾ, നമ്മുടെ ഭാര്യമാരെക്കാൾ, നമ്മുടെ മാതാപിതാക്കളെക്കാൾ ഇഷ്ടപ്പെടുന്നവരാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് കടകവിരുദ്ധമായിട്ടാണ് ഇവർ ചെയ്യുന്നത്. ഇവരെന്താ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പിന്നിൽ സ്ത്രീകൾ ഉണ്ടെങ്കിൽ ആ സ്ത്രീകൾ പോകാനൊന്ന് കാത്തു നിൽക്കും. അത് കഴിഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നീച്ചു പോരും. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരത്തിലൊരു പ്രാർത്ഥന നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. മാത്രമല്ല അവിടുന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുചരന്മാർ സ്വഹാബികൾ അവരും ഇത്തരത്തിലുള്ള പ്രാർത്ഥന ചെയ്തിട്ടില്ല. ഇവിടെ മദ്ഹബിന്റെ ഇമാമുകൾ, ആ മദ്ഹബിന്റെ ഇമാമുകളെയാണ് ഞങ്ങൾ ഫോളോ ചെയ്യുന്നത് എന്ന് പറയുന്നവർ ആ മദ്ഹബിന്റെ ഇമാമുകളുടെ ഗ്രന്ഥങ്ങളിൽ ഇത് കാണാൻ സാധിക്കില്ല. അത്തരത്തിൽ വളരെ ബിദ്അഈയായ ഒരു ആരാധനയാണ്, ഒരു പ്രാർത്ഥനയാണ് ആ നമസ്കാരത്തിന്റെ ശേഷമുള്ള കൂട്ടപ്രാർത്ഥനയിൽ നിർവഹിക്കുന്നത്. ഞാൻ മനസ്സിലാക്കേണ്ടത് നമസ്കാരം അതൊക്കെ നല്ല കാര്യമല്ല, അതിലൊക്കെ പ്രാർത്ഥിക്കുന്നത് വലിയ കാര്യമാണ്. നാളെ പരലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയും ദുനിയാവിലെ രക്ഷയ്ക്ക് വേണ്ടി അതൊക്കെ നല്ല അർത്ഥമുള്ള പ്രാർത്ഥനയൊക്കെ തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷേ നിശ്ചിത സമയം നിശ്ചയിച്ച് അല്ലെങ്കിൽ നിശ്ചിത ഇടവേള നിശ്ചയിച്ച് നിശ്ചിത പ്രാർത്ഥനകളൊക്കെ അതിൽ ഉൾപ്പെടുത്തി അങ്ങനെ പ്രാർത്ഥിക്കാൻ ആരാണ് അവകാശം കൊടുത്തത് എന്നുള്ളത് നമ്മൾ ചോദിക്കണം. സുന്നത്താണ്, അത് പ്രതിഫലമുണ്ട് എന്ന രീതിയിലാണ് അവർ അത് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഖബർ സന്ദർശിക്കുക. ഖബർ സന്ദർശിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം വിലക്കിയിരുന്നെങ്കിലും ആദ്യം ഖബർ സന്ദർശിക്കുന്ന ആദ്യം വിലക്കിയിരുന്നു. പിന്നീട് അവിടുത്തെ ആളുകളുടെ തൗഹീദൊക്കെ നല്ല കൃത്യം ക്ലിയർ ആയപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അനുവദിച്ചു. അത് എന്തിനാണ് അനുവദിച്ചത്? പരലോക ബോധത്തിന് വേണ്ടിയാണ്, മരണബോധത്തിന് വേണ്ടിയാണ്, മരണത്തെ ഓർക്കാൻ വേണ്ടിയാണ്, കണ്ണിൽ നിന്ന് കണ്ണുനീര് വരാൻ വേണ്ടിയാണ് മരണത്തെ ഒക്കെ ഓർത്ത്. പക്ഷേ ഇത്തരത്തിലുള്ള ആളുകൾ ചില പ്രത്യേക സമയം വെള്ളിയാഴ്ചകളോ അല്ലെങ്കിൽ ചില പ്രത്യേക രാവുകൾ കണക്കാക്കി അങ്ങോട്ട് ചൊല്ലുന്നു. അത് കൃത്യമായ ബിദ്അത്ത് തന്നെയാണ്. നമുക്ക് ആർക്കും അവകാശമില്ല ഇന്ന കാര്യം ചെയ്യാൻ പ്രതിഫലമുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാതെ നമുക്ക് അങ്ങനെ പറയാൻ ഒരു അവകാശവുമില്ല. അതും കൃത്യമായ ബിദ്അത്തുകൾ. എന്നിട്ട് ആ ഖബറിന്റെ അവിടെയൊക്കെ പോയിട്ട് എന്താ ചൊല്ലുന്നത്? ഖുർആൻ ഓതുകയാണ്. ആരാണ് സഹോദരങ്ങൾ ഖുർആൻ ഓതാൻ പഠിപ്പിച്ച്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ലക്ഷക്കണക്കിന് സ്വഹാബിമാരുണ്ടായിരുന്നില്ലേ? ഏതെങ്കിലും ഒരു സ്വഹാബി ഞാൻ എൻ്റെ പ്രവാചകനെ 1000 വട്ടം യാസീൻ ഓതി ഹദിയ ചെയ്തു, അല്ലെങ്കിൽ ഞാൻ എൻ്റെ സ്വഹാബിക്ക് എൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ മൊത്തം ഖത്മ ഓതി ഹദിയ ചെയ്തു എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു സ്വഹാബി നമുക്ക് കാണാൻ സാധിക്കുമോ? അവർക്കൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ? ഉഹുദിന്റെ രണാങ്കണത്തിൽ തന്റെ പ്രവാചകന്റെ ശരീരത്തിലേക്ക് വരുന്ന അമ്പും അതുപോലത്തെ കുന്തവും അതുപോലെ തന്നെ വില്ലൊക്കെ വരുമ്പോൾ അത് സ്വന്തം നെഞ്ചിലേറ്റി അത്രയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്നേഹിച്ച ആ സ്വഹാബിമാർ ഏതെങ്കിലും ഒരു സ്വഹാബി പറഞ്ഞിട്ടുണ്ടോ ഞാൻ എൻ്റെ പ്രവാചകന്റെ അടുക്കലേക്ക് പോയി ആ പ്രവാചകന് വേണ്ടി ഖുർആൻ ഓതിയെന്ന്?
അല്ലെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം മരിച്ചിട്ട് തന്റെ ഭാര്യയോ അല്ലെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മക്കളോ ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് വേണ്ടി ആ ഖബറിന്റെ അടുക്കൽ പോയി പ്രാർത്ഥിച്ചോ, അല്ലെ ഖബറിന്റെ അടുക്കൽ പോയി ഖുർആൻ ഓതിയോ, അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത എന്തെങ്കിലും പുത്തനാചാരം നടത്തിയോ? നമ്മൾ ചിന്തിക്കേണ്ടതാണ്. മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു മരിച്ചപ്പോൾ അവിടുത്തെ മക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു സ്വർഗ്ഗത്തിലെ യുവാക്കളാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചവരാണ്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവരാണ്. എന്നിട്ടും ആ സ്വഹാബിമാരൊക്കെ അവിടുന്ന് പോയിട്ട് ഖുർആൻ ഓതി ഹദിയ ചെയ്തോ, യാസീൻ ഓതിയോ? ഇല്ല. അതുകൊണ്ട് വളരെ കൃത്യമായി പ്രവാചകൻ എവിടെയാണോ പഠിപ്പിച്ചത് അവിടെ നിൽക്കണം. അത് തന്നെയാണ് നമ്മുടെ മതത്തിന്റെ ഒരു വലിയ ക്വാളിറ്റി എന്നുള്ളത്. അതുകൊണ്ട് അവിടെ കൃത്യമായി നാം മനസ്സിലാക്കേണ്ട ചില കാര്യം. അതുപോലെ തന്നെ നാം ദിക്റുകളെ എണ്ണം നിശ്ചയിക്കുക. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, അതൊക്കെ നമുക്ക് എത്ര വേണമെങ്കിലും ചൊല്ലാം. അതൊക്കെ ഒരു നിശ്ചിത കണക്കൊന്നുമില്ല, അത് എത്ര വേണേ നമുക്ക് ചൊല്ലാം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം, അത് മീസാനിലൊക്കെ വലിയ കനം കൂടുന്ന ദിക്റാണ്. പക്ഷെ ആ ദിക്റുകൾ ഒരു 70 വട്ടം അല്ലെങ്കിൽ ഒരു 50 വട്ടം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർണയിക്കാത്ത ഒരു കണക്ക് വെച്ച് അത് നമ്മൾ നിർണയിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞത് കേട്ട് നമ്മൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് തനിച്ച ബിദ്അത്താണ്. അത് തനിച്ച ബിദ്അത്താണ്. കാരണം അതിന് പ്രതിഫലമുണ്ട് എന്നുള്ള വിശ്വാസം വരാണ്. കാരണം ഇസ്ലാമിൽ അത് പുതിയൊരു ആചാരമായി മാറുകയാണ്. നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത്, ചില ആളുകൾ ഒരു 1000 വട്ടം ഇന്ന ദിക്ർ ചൊല്ലിയാൽ അല്ലെങ്കിൽ 100 വട്ടം ഇന്ന ദിക്ർ ചൊല്ലിയാൽ അത് കൃത്യമായി അതിന് പ്രതിഫലമുണ്ട്, അല്ലെങ്കിൽ ദുനിയാവിൽ അതിന് പല നേട്ടങ്ങളുണ്ട് എന്ന് പറയുന്ന ആളുകളുണ്ട്. പക്ഷേ നാം മനസ്സിലാക്കേണ്ടത് അത് തനിച്ച ബിദ്അത്താണ്. അത് തനിച്ച ബിദ്അത്താണ്. നമുക്കറിയാം 100 ദിക്റിന്റെ അപ്പുറം ഇസ്ലാമിലൊരു ദിക്റില്ല. ആ 100 വട്ടം ദിക്ർ ചൊല്ലുന്ന ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് രാവിലെ 10 വട്ടം അല്ല 100 വട്ടം ഒരാൾ ചൊല്ലിയാൽ അയാൾക്ക് ശൈത്താന്റെ ഒരു ശല്യം ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ അടിമയെ മോചിച്ച പ്രതിഫലമുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള പ്രതിഫലം അതിനുണ്ട്. അതിനപ്പുറം 100 ദിക്റിന്റെ അപ്പുറം ഇസ്ലാമിൽ ഒരു പ്രത്യേക കണക്ക് നിശ്ചയിച്ചിട്ടുള്ള ഒരു ദിക്റില്ല. ബാക്കിയൊക്കെ നമ്മൾ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം എന്നുള്ള ദിക്റൊക്കെ നമുക്ക് ഇഷ്ടം പോലെ ചെല്ലാം. അത് കൃത്യമായി നമ്മൾ അതിലേക്ക് എന്തെങ്കിലും നിർണയിക്കുകയാണെങ്കിൽ, സമയം നിശ്ചയിക്കുകയാണെങ്കിൽ അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ മാല മൗലിദുകൾ നമ്മുടെ വീട് ഉള്ളറകളിൽ അത് ഉണ്ടെങ്കിൽ സഹോദരങ്ങളെ, തനിച്ച ബിദ്അത്തും തനിച്ച കുഫ്രിയായ ശിർക്കിയായ വാചകങ്ങളൊക്കെയാണ് അതിലുള്ളത്. നമുക്കറിയാം മങ്കൂസ് മൗലൂദൊക്കെ വളരെ ശിർക്കിയായ വചനങ്ങളാണ്. ചെറിയൊരു ബുക്കായിരിക്കും. അതിലെന്താ പറഞ്ഞത്? എണ്ണിയാൽ ഒടുങ്ങാത്ത തെറ്റുകൾ ഞാൻ ചെയ്തു പോയി നബിമാരിൽ ശ്രേഷ്ഠരെ, അങ്ങോട്ട് മാത്രം ഞാൻ അതിന് ആവലാതി ബോധിപ്പിക്കുന്നു. എണ്ണിയാൽ ഒടുങ്ങാത്ത തെറ്റുകൾ ഞാൻ ചെയ്തു പോയിട്ടുണ്ട്. ആ തെറ്റുകൾ പൊറുക്കാൻ അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് അവൻ തേടുന്നത്. എന്നാൽ ഖുർആൻ നേരെ എതിരാണ്. ഖുർആൻ പറഞ്ഞു വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, പ്രാർത്ഥന നിന്റെ പാപങ്ങളൊക്കെ പൊറുക്കാൻ അള്ളാഹു അല്ലാതെ മറ്റാരാണുള്ളത്? ഘടകവിരുദ്ധമായിട്ടാണ്. ഘടകവിരുദ്ധം വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് നമ്മുടെ പാപങ്ങൾ പുറത്തു തരുക. മറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ പാപങ്ങൾ പൊറുക്കുവാൻ വേണ്ടി നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തേടിയാൽ ഇതിനും വലിയ കുഫ്രിയത്ത് വേറെ എന്താണ് സഹോദരങ്ങളെ? അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ പൊറുക്കൂല എന്ന് പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. പാപങ്ങൾ എത്ര പാപം പൊറുത്താലും, ആകാശം ഉയരെ നിങ്ങൾ പാപങ്ങൾ ചെയ്താലും അതൊക്കെ പുറത്തു വരും. പക്ഷേ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇതിൻ്റെ ഒന്നും അർത്ഥം അറിയില്ല. ഇതൊക്കെ വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. ഇതൊക്കെ ചൊല്ലിയാൽ വീട്ടിൽ വലിയ ബർക്കത്തൊക്കെ ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് പാവങ്ങളായ ജനങ്ങൾ ഇത് ചൊല്ലുന്നത്. പക്ഷെ നാം മനസ്സിലാക്കേണ്ടത് ഇതിന്റെ അർത്ഥവും ഇതിന്റെ ഗൗരവവും ഒക്കെ കൃത്യമായി നാം മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ബറാഅത്ത് രാവ് നമ്മുടെ കേരളത്തിലുള്ളതാണ്. ബറാഅത്ത് രാവ് അത് ശഅബാൻ 15 നടക്കുന്ന ഒരു അടിസ്ഥാനവുമില്ലാത്ത ശഅബാൻ 15 ഒരു ബറാഅത്ത് രാവ് എന്നുള്ളൊരു കണക്കാക്കൽ. അതിന് വിശുദ്ധ ഖുർആനിലും ഒരു ആയത്ത് അവർ ഉദ്ധരിക്കാറുണ്ട്. പക്ഷെ ആ ആയത്തിന്റെ പ്രഗത്ഭരായ ഒരു മുഫസ്സിറുകളും ഇത് ബറാഅത്ത് രാവാണ്, അതിലുള്ള തെളിവാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് ഈ പറയുന്ന ആളുകൾക്ക് തന്നെ അറിയാം. എന്നാലും സാധാരണക്കാരായ ജനങ്ങളെ അത്തരത്തിലുള്ള ബിദ്അത്തിലേക്ക് അവർ കൂപ്പുകുത്തിക്കുകയാണ്. അതുകൊണ്ട് വളരെ അത്തരത്തിലുള്ള എന്തെങ്കിലും അന്നുള്ള പ്രത്യേക ആരാധനകളോ അന്നുള്ള പ്രത്യേക അനുഷ്ഠാനങ്ങളോ അന്ന് പ്രത്യേക പ്രതിഫലമുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. അത് പൂർണ്ണമായി വെടിയുക പ്രേമുള്ളവരെ. കാരണം അത്തരത്തിലുള്ള ബിദ്അത്തുകളൊക്കെ നമ്മുടെ നാളെ ലൊലാലത്തിലേക്ക് എത്തിച്ച് അത് ലൊലാലത്ത് നരകത്തിൽ കൊണ്ട് അവസാനിക്കുക എന്നുള്ള അല്ലാതെ മറ്റൊരു കാര്യമില്ല. മറിച്ച് മരണാനന്തര ജീവിതം. അതുപോലെ തന്നെ
മരണാനന്തര ചടങ്ങിൽ പല വിധത്തും നമ്മൾ നടക്കുന്നുണ്ട്. മരണം ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഖുർആൻ പാരായണം ചെയ്യുക, അത് തനിച്ച വിധത്താണ്. അത് ചില ആളുകളൊക്കെ പറയും, ഈ മയ്യത്തിന്റെ വീട്ടിൽ വന്നാൽ അവിടെ നിന്ന് പത്രം വായിക്കലല്ലോ, അതിനൊക്കെ അവിടെ നിന്ന് തബാറക്ക് ഓതുന്നതല്ലേ, യാസീൻ ഓതുന്നതല്ലേ, ഖുൽ ഹുവല്ലാഹു ഓതുന്നതല്ലേ, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഓതുന്നതല്ലേ, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതുന്നതല്ലേ. പക്ഷെ ആര് പഠിപ്പിച്ചു സഹോദരങ്ങളെ? ഇങ്ങനെ ഹദിയ കിട്ടുമെന്ന് ആര് പഠിപ്പിച്ചു? ആദമിന്റെ മകൻ മരിച്ചാൽ അമൽ ഇല്ലാ സലാസ, 3 കാര്യങ്ങളല്ലാതെ ബാക്കി എല്ലാ അമലുകളും മുറിയുമെന്ന്. അതിലൊന്നാണ് ജാരിയായ സദക്ക, രണ്ടാമതാണ് സ്വാലിഹായ മക്കളുടെ പ്രാർത്ഥന, മൂന്നാമതാണ് നാഫിയായ ഇൽമ്. ആർക്കെങ്കിലും ഇൽമ് പകർന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും നാളെ ഖബറിൽ അവർക്ക് കിട്ടുമെന്നാണ്. അപ്പോൾ വളരെ കൃത്യമാണ് കാര്യങ്ങളൊക്കെ. എന്നിട്ടും എന്തുകൊണ്ട് അവർ ഇത്തരത്തിലുള്ള ആചാരങ്ങളിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ പഠിപ്പിച്ച് അതിന് കടക വിരുദ്ധമായിട്ടാണോ ചെയ്യുന്നത്? അതുപോലെ തന്നെ ആ മരിച്ച ജനാസയെ ഖബറിലേക്ക് കൊണ്ടുപോകുമ്പോൾ, ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്കറിയാം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടാണ് പറയുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രതിഫലമുള്ള നല്ല വലിയ ഈമാനിൽ ഏറ്റവും ഉന്നതമായ വാക്കാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന്. വലിയ പ്രതിഫലമുള്ള വാക്കുകളാണ്. പക്ഷെ ആര് പറഞ്ഞു സഹോദരങ്ങളെ? ജനാസയെ ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണമെന്ന് ആര് പറഞ്ഞു? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണോ പഠിപ്പിച്ചത് അതിന് കടകവിരുദ്ധമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി അവിടെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. ലാ തത്തബിഉൽ ജനാസ ബിസൗത്തിൻ വലാ നാരി, നിങ്ങൾ ജനാസയെ പിന്തുടരുമ്പോൾ അതിനെ ശബ്ദം കൊണ്ട് നിങ്ങൾ പിന്തുടരുത് എന്നാണ്. അതുപോലെ തന്നെ തീ കത്തിച്ച് അങ്ങനെ ജനാസയെ പിന്തുടരുത് എന്നാണ്. ശബ്ദം കൊണ്ട് ലാ ഇലാഹ ഉറക്കെ ചൊല്ലി പിന്തുടരരുത് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പക്ഷെ അതിന് നേരെ ഈ ഹദീസിന് നേരെ, ഈ സ്വഹീഹായി വന്ന ഹദീസിന് നേരെ കടകവിരുദ്ധമാണ് ഇവിടെയുള്ള ആളുകൾ ചെയ്യുന്നത്. അതുകൊണ്ട് അതൊക്കെ വിരോധിക്കുമ്പോൾ, അതിനൊക്കെ എതിര് പറയുമ്പോൾ പല ആളുകളും പറയാറുണ്ട്, എന്തിനാണ് ഇങ്ങനെയൊക്കെ? ഇവർക്കൊന്നും ഒരു ആചാരമില്ല, ഇവർക്കൊന്നും പ്രവാചകനോടൊരു സ്നേഹമില്ല, ഇവരൊന്നും വലിയ ഇബാദത്തൊന്നും ചെയ്യുന്നില്ല. പക്ഷെ സഹോദരങ്ങളെ മനസ്സിലാക്കേണ്ട, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന കാര്യങ്ങളല്ലേ ഇസ്ലാമിലുള്ളത്. അല്ലാതെ ജനങ്ങൾ പഠിപ്പിച്ചു തന്നാണോ? ഏതെങ്കിലും ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയാണോ നമ്മൾ അനുഗമിക്കേണ്ടത്? അല്ലല്ലോ. മറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണോ പഠിപ്പിച്ചു തന്നത് അതല്ലേ നമ്മൾ അനുഗമിക്കേണ്ടത്, അതല്ലേ അനുകരിക്കേണ്ടത്. അതുപോലെ തന്നെ ആ ഖബർസ്ഥാനിൽ വെച്ചാൽ, ആ വ്യക്തിയെ ഖബറിട്ട് മൂടിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ പ്രാർത്ഥനയുണ്ട്. നേരത്തെ ഇസ്മായിൽ സാറൊക്കെ സൂചിപ്പിച്ച പോലെ അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ, അത്തരത്തിലുള്ള പ്രാർത്ഥനകൾ ചൊല്ലും. പക്ഷെ അങ്ങനത്തെ പ്രാർത്ഥനയൊക്കെ ചൊല്ലിക്കഴിഞ്ഞിട്ട് ചില ആളുകൾ തൽക്കീൻ ചൊല്ലും. തൽക്കീൻ എന്ന് പറഞ്ഞ പ്രാർത്ഥന, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വ ഇന്നമാ തുവഫൂന ഉജൂറക്കും യൗമൽ ഖിയാമ എന്ന് ആ ആയത്ത് ഓതിക്കൊണ്ട് പിന്നെ ഖബറിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമൊക്കെ അവിടെ വെച്ച് ആ ഖബറിന്റെ ആ കല്ലിൽ വെച്ച് കല്ല് തൊട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. ആരെ സഹോദരൻ ജീവിതത്തിൽ അവൻ ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല. എന്നിട്ട് മരണത്തിന് ശേഷം ഇത് പറഞ്ഞു കൊടുത്തിന് എന്ത് കാര്യം? ഇനിയിപ്പോ മരണത്തിന് ശേഷം അവന് പറഞ്ഞു കൊടുത്താലും ഈ അറബിയിൽ ചൊല്ലിക്കൊടുത്തോണ്ട് അവർക്ക് മനസ്സിലാവും. ആരാണ് മരിച്ചത്, എങ്ങനെയാണ് മരിച്ചറിയില്ല. ആരെങ്കിലും വിളിക്കും, എന്നിട്ട് ഇന്ന പണ്ഡിതൻ അത് ചൊല്ലിക്കൊടുക്കും. എവിടുന്നാണ് ആ മാതൃക കിട്ടിയത്? എവിടുന്നാണ് അത്തരത്തിലുള്ള മാതൃക കിട്ടിയത്? അതുകൊണ്ട് പ്രവാചകന്റെ മാതൃക മാത്രം പിൻപറ്റി നമ്മൾ മുന്നോട്ട് പോകണം. അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ അതിനും വലിയ വിധേയത്താണ് അടിയന്തരം 3, 7, 40 അങ്ങനെയൊക്കെ. അന്ന് സഹോദരങ്ങളെ, മരിച്ച ഒരു വീട്ടിൽ ഒരു കുടുംബനാഥം മരിച്ചിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് വലിയ പ്രയാസമാണ്. പക്ഷെ ഈ വിദേഹത്തിന്റെ ആളുകൾ ഒരു കുടുംബനാഥം മരിച്ചാൽ അവരെ കൊണ്ട് തന്നെ ഭക്ഷണം വെപ്പിക്കുകയാണ്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മരിച്ച ഏത് വീടാണ് അവർക്ക് നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണമെന്നാണ്. എന്നാൽ ഇത് നേരെ കടകവിരുദ്ധമായി മരിച്ച വീട്ടിൽ ബിരിയാണിയും ചോറും നെയ്ച്ചോറും എല്ലാം വന്ന് അവിടെ കഴിക്കും. എന്ത് ദുഃഖമുള്ള അവസ്ഥയായിരിക്കാം വീട്ടിൽ. എന്നിട്ട് അവരെ കൊണ്ട് തന്നെ ഭക്ഷണം മേടിപ്പിച്ച് അവരെ കൊണ്ട് തന്നെ പാകം ചെയ്യിപ്പിച്ച് അവരെ കൊണ്ട് നമ്മൾ തീറ്റിപ്പിക്കുന്ന ഒരു അവസ്ഥ. അത് 3 ആകട്ടെ 7 ആകട്ടെ 40 ആകട്ടെ അത്തരത്തിൽ ഒരു ചര്യയും നടന്നിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചതിന് ശേഷം അവർക്ക് അങ്ങനെയുള്ളൊരു ആരാധന, അങ്ങനെയുള്ളൊരു ആചാര പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ചെയ്യൂലേ? അവിടുത്തെ സ്വാഭിമാരിൽ ധനികരായ ആളുകളില്ലേ, ആയിരക്കണക്കിന് സ്വാഭിമാർക്ക് അവിടുന്ന് ഭക്ഷണം കൊടുക്കാൻ പല ആളുകളും പറഞ്ഞു, ഭക്ഷണമൊക്കെ അല്ലേ കൊടുക്കുന്നത് എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട്. അവിടുന്ന് സ്വാഭിമാർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള പൈസ ഇല്ലാത്തത് കൊണ്ടാണോ? അല്ല, അവർ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് പ്രവാചകൻ പഠിപ്പിക്കാത്തത് അവർ ജീവിതത്തിൽ അവർ ഒഴിഞ്ഞു മാറ്റുന്നവരാണ്. അതുപോലെ തന്നെ ആ
ആ ഖബറിൽ നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയുജസ്സൽ ഖബർ, ഖബറിൽ കുമ്മായം ചേർക്കുന്നത് അത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിരിക്കുന്നു. വഅയ്യുഖഅദ അലൈഹി, ഖബറിൽ ഇരിക്കുന്നത്, ഖബറിന്റെ മേലെ ഇരിക്കുന്നത് അതും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ വഅയ്യുബ്ന അലൈഹി, അതൊന്ന് പൊക്കുന്നത്, അതിനേക്കാൾ ഒന്ന് വലുതായി നിർമ്മിക്കുന്നത് അതും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിരിക്കുന്നു. ഔ അൻ യസാദു അലൈഹി ഔ യക്തുബ അലൈഹി, അതിൽ എഴുതുന്നതും അതിലേതും പല ആളുകളും ഖബറിൽ വെച്ച് അതിൻ്റെ ആ മീസാൻ കല്ലുമേ കൃത്യമായി പേരും കാര്യങ്ങളൊക്കെ എഴുതിച്ചിട്ടുണ്ടാവും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന് കടക വിരുദ്ധമാണ് ആ ചെയ്യുന്നത്. അതുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ പറഞ്ഞത് ആ കാര്യത്തിൽ നമ്മൾ നിൽക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇബ്ലീസിന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഈ ബിദ്അത്ത് ചെയ്യാന്ന് പറഞ്ഞത്. മഹാനായ സുഫിയാനു സൗരി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, അൽ ബിദ്അത്തു അഹബ്ബു ഇലാ ഇബ്ലീസ മിനൽ മഅസിയ, ഒരു തെറ്റ് ചെയ്യുന്ന ആളേക്കാൾ ഇബ്ലീസിന് ഇഷ്ടം ബിദ്അത്ത് ചെയ്യുന്ന ആളാണ്. കള്ളുടിക്കുന്ന ആൾക്കറിയാം ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന്, കഞ്ചാവ് അടിക്കുന്ന ആൾക്കും അറിയാം ഞാൻ ചെയ്യുന്നത് തെറ്റാണ്. പക്ഷെ ബിദ്അത്ത് ചെയ്യുന്ന ആൾക്കറിയില്ല ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന്. അവനെ ആലോചിക്കുന്ന നാളെ പരലോകത്തേക്ക് വലിയ നേട്ടമാണ്, അല്ലെങ്കിൽ ദുനിയാവിൽ എനിക്ക് വലിയ നേട്ടമാണ്, നാളെ പരലോകത്തിൽ സ്വർഗം കിട്ടാൻ അത് സാധ്യതയുണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി, ഒരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് അവനത് പ്രവർത്തിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, വൽ മഅസിയത്തു യുതാബു മിൻഹ, ഇനിയിപ്പോൾ കള്ളുടിക്കണവനാണെങ്കിലും കഞ്ചാവ് അടിക്കുന്നവനാണെങ്കിലും അവനൊരു ബോധം വന്നൊരു ഹിക്മത്ത് വന്നാൽ അത് തെറ്റാണെന്ന് കൃത്യമായ തിരിച്ചറിവ് അവനുണ്ട്, എന്നാൽ ഒന്നുകൂടി ഒരു ബോധം വന്നാൽ ചിലപ്പോൾ അവൻ യുതാബു അലൈഹ മിൻഹ, അതിൽ നിന്ന് അവൻ തൗബ ചെയ്ത് മടങ്ങും. പക്ഷേ വൽ ബിദ്അത്തു ലാ യുതാബു മിൻഹ, പക്ഷെ ബിദ്അത്തുകാരൻ അതിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങൂല. കാരണം അവന്റെ വിചാരം എന്താണ്, അവൻ പ്രവർത്തിക്കുന്നത്, അവൻ ചെയ്യുന്നത് അത് നല്ല കാര്യമാണ്. നാളെ പരലോകത്തിലേക്ക് അവൻ നിസ്കരിക്കുന്ന നമസ്കാരം, അവൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, അവൻ ചൊല്ലുന്ന ദിക്റുകൾ, അതൊക്കെ നാളെ പരലോകത്തിലേക്ക് വലിയ ഉപകാരമാണ് എന്നാണ് അവന്റെ വിചാരം. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മുത്തബിഉ സുന്നah നേരത്തെ സൂചിപ്പിച്ചു. അദ്ദേഹം പറയുന്നു, കുല്ലു ബിദ്അത്തിൻ വലാല, എല്ലാ പുത്തനാചരും ഒക്കെ വഴികേടാണ്. വ ഇൻ റആഹ നാസു ഹസന, അതിനെ ജനങ്ങൾ നല്ലതായി കണ്ടാൽ, കുടുംബത്തിലോ അല്ലെങ്കിൽ അയൽവാസികൾക്കിടയിലോ അല്ലെങ്കിൽ കൂട്ടുകാർക്കിടയിലോ അങ്ങനെയൊക്കെ വല്ല ബിദ്അത്ത് നടന്നു, അതൊക്കെ സാധാരണ പരമ്പരാഗതമായി വന്നിട്ട് അതൊരു സാധാരണ ആചാരമാണ് എന്ന് നിങ്ങൾ വിചാരിച്ച് അത് നല്ല കാര്യം, അതൊന്നും കുഴപ്പമില്ല എന്ന് വിചാരിച്ചാലും അത് തെറ്റ് തന്നെയാണ്. റആഹ നാസു ഹസന, അതിൽ ബിദ്അത്തുൽ ഹസനയും പെട്ടു, ബിദ്അത്തുൽ ളലാലും പെട്ടു, ബിദ്അത്തു സയ്യിഉം പെട്ടു. അത് ചീത്ത ചില ആളുകൾ അതിനെ വ്യാഖ്യാനിക്കാറുണ്ട് ബിദ്അത്തുൽ ഹസന, നല്ല ബിദ്അത്താണ് എന്നുള്ളത്. അപ്പോൾ ഈ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതിന് അടിസ്ഥാനം ആ ബിദ്അത്തുൽ ഹസനയിൽ പെട്ടു. അത്തരത്തിലുള്ളതും വർജിക്കണം. ഞാൻ പറഞ്ഞു ബിദ്അത്തുൽ ഹസന, പല ആളുകളും ഈ ബിദ്അത്തിനെ വിമർശിക്കുമ്പോൾ ആ ബിദ്അത്തുകാരായ പല ആളുകളും ഇതിനെതിരെ ഒരു തെളിവായി പണ്ട് പല തെളിവും അവർ കൊടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ ചില തെളിവുകൾ കൊണ്ടാറുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസന, ഒരാൾ ഇസ്ലാമിൽ നല്ല കാര്യങ്ങൾ അത് പതിവാക്കിയാൽ ഫഉമില ബിഹാ ബഅദഹു കുതിബ ലഹു മിസ്ല അജ്രി മൻ അമില ബിഹാ, അത് അവൻ പ്രവർത്തിച്ചു, അതിനെ കണ്ട് മറ്റാരെങ്കിലും പ്രവർത്തിച്ചാൽ അവൻക്കുണ്ട് അവൻ പ്രവർത്തിച്ച അതേ പ്രതിഫലം. യൻകുസു മിൻ ഉജൂരിഹിം, അതിൽ നിന്ന് ഒന്നും കുറയൂല. അതുപോലെ തന്നെ വമൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ സയ്യിഅ, ഏതെങ്കിലും ഒരു മോശപ്പെട്ട കാര്യം ആരെങ്കിലും ഇസ്ലാമിൽ പതിവാക്കിയാൽ ഫഉമില ബിഹാ ബഅദഹു കുതിബ അലൈഹി മിസ്ലു വിസ്റ മൻ അമില ബിഹാ വലാ യൻകുസു മിൻ ഔസാരിഹിം ഷൈഉൻ, ആ തെറ്റ് ചെയ്തവന് ആ തെറ്റിന്റെ അവന്റെ പിന്നാലെ മറ്റാരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവൻ ചെയ്ത തെറ്റിൽ നിന്നും അവൻ ചെയ്ത തെറ്റിനും ഇവൻ അതിന് കടപ്പാടുള്ളവനാണ്. അതിൽ നിന്ന് അവന്റെ ആ മറ്റേ തെറ്റ് ചെയ്തവനിൽ നിന്നും അത്തരത്തിലുള്ള ആ തിന്മകൾ ഇവൻക്കും രേഖപ്പെടുത്തുന്നതാണ്. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇത് പറഞ്ഞില്ലേ, മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ, ആരെങ്കിലും ഇസ്ലാമിൽ ഒരു നല്ല കാര്യം അത് പതിവാക്കിയാൽ എന്ന് പറയുമ്പോൾ പുതിയ ആചാരങ്ങൾ നിർമ്മിക്കാൻ പറ്റില്ലേ എന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട്. പക്ഷെ ഇതിന്റെ ഒരു സന്ദർഭമുണ്ട്. ഒരിക്കൽ ഒരു പരമദരിദ്രനായ ഒരു അറബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കളയിലേക്ക് വന്നപ്പോൾ ആ സദസ്സിൽ മറ്റു സ്വഹാബാക്കളൊക്കെ ഉണ്ട്. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് എന്തെങ്കിലും ദാനം ചെയ്യാൻ അവിടുന്ന് കൽപ്പിച്ചു. അപ്പോൾ അത് കേട്ടപ്പോൾ ഒരു അൻസാരി വലിയ കുറച്ച് അധികം ധനം കൊടുന്ന് ആ അറബിക്ക് കൊടുത്തു, ആ അനറബിക്ക് കൊടുത്തു. അപ്പോൾ അത് കണ്ടപ്പോൾ ബാക്കിയുള്ള അൻസാരികൾ അവിടെ ഉണ്ട്, ബാക്കിയുള്ള സ്വഹാബിമാർ അവിടെ ഉണ്ട്, അവരും ധാരാളം ധനം കൊടുന്ന് ഈ കാട്ടറബിക്ക് ഈ അനറബിക്ക് കൊടുത്തു. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് പറയുന്നത്,
മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ, ആരെങ്കിലും ഇസ്ലാമിൽ ഒരു നല്ല കാര്യം പതിവാക്കിയാൽ, ഞാൻ മനസ്സിലാക്കേണ്ട സഹോദരങ്ങളെ, ഇത് സുന്നത്തിന് വിധേയമായി ബിദ്അത്ത് ചെയ്യാമെന്നുള്ള ഒരു ആശയം ഇതിലില്ല. മറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഭാഷാപരമായി എത്ര നല്ല കാര്യമാണ്. ഒരു സ്വതക്കയാണ് യഥാർത്ഥത്തിൽ അവിടെ നടന്നത്. അത് നടത്തിയത് കൊണ്ട് അവൻ ആ അൻസാരി ആദ്യത്തിൽ അതിന് മുന്നിട്ട് വന്നതുകൊണ്ട് ബാക്കിൽ പല അൻസാരികളും അതിന് പിന്നിട്ട് വന്നു. അതുകൊണ്ട് ഒരു നല്ല പ്രവർത്തനമാണ് എന്ന് ചെയ്തത് എന്ന് അവിടെ പുകഴ്ത്തി പറയുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ചെയ്തത്. അതിന് ബിദ്അത്ത് ചെയ്യാമെന്നതിനുള്ള ഒരു തെളിവും അതിലില്ല. അതുപോലെ തന്നെ പ്രവാചകനെ കുറിച്ച് ഇത്തരത്തിലുള്ള ആളുകൾ എന്തെങ്കിലും തെളിവും കാര്യങ്ങളൊക്കെ വന്ന് ഉദ്ദേശിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ കളവാണ് യഥാർത്ഥത്തിൽ പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫൽയതബവ്വ മഖഅദഹു മിനന്നാർ. ആരെങ്കിലും എൻ്റെ മേൽ അറിഞ്ഞുകൊണ്ട് കളവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൽയതബവ്വ മഖഅദഹു മിനന്നാർ, അവൻ നരകത്തിൽ ഒരു സീറ്റ് ഉറപ്പിച്ചോട്ടെ, നരകത്തിൽ നിന്ന് ഒരു സീറ്റ് ഉറപ്പിച്ചോട്ടെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബയിൽ എല്ലാ ഖുതുബയിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിച്ചിരുന്നു അമ്മാ ബഅദ് ഫഇന്ന ഖൈറൽ ഹദീസി കിതാബുല്ലാഹ്, ഏറ്റവും നല്ല വർത്തമാനം കിതാബുള്ളയാണ്, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനാണ്. വഖൈറൽ ഹുദാ മുഹമ്മദിൻ, ഏറ്റവും നല്ല സന്മാർഗം അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്മാർഗമാണ്. വശറുൽ ഉമൂരി മുഹ്ദസാത്തുഹാ, ഏറ്റവും ചീത്ത കാര്യം അത് മുഹ്ദസാത്താണ്, പുതുതായി ഉണ്ടാക്കിയതാണ്. വകുല്ലു ബിദ്അത്തിൻ വലാല, ആ എല്ലാ പുത്തനാചാരവും അത് വലാലത്താണ്, വഴികേടാണ്. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ ഖുതുബയിലും ആദ്യം അത് സൂചിപ്പിച്ചിരുന്നു. മഹാനായ സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം സുബ്ഹി നമസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ റുകൂഉം സുജൂദും അധികം ചെയ്തുകൊണ്ട് ഒരു സുന്നത്ത് നമസ്കാരം അവിടെ ചെയ്യുന്നത് കണ്ടു. അപ്പോൾ സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ഫനആഹു, അത് വിലക്കി. അപ്പോൾ അദ്ദേഹത്തോട് തിരിച്ച് ആ മനുഷ്യൻ ചോദിച്ചു, യാ അബാ മുഹമ്മദ് യുഅദ്ദിബുനി അല്ലാഹു അലസ്സലാ, നമസ്കാരത്തിന്റെ പേരിൽ നല്ലതല്ലേ ചെയ്യുന്നത്, റുക്കൂ സുജൂദും ജസ്റ്റ് അധികരിപ്പിച്ചിട്ടുള്ളൂ, നമസ്കാരത്തിന്റെ പേരിൽ എന്നെ അള്ളാഹു ശിക്ഷിക്കുമോ എന്ന് ആ മനുഷ്യൻ സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ലാ വലാകിൻ യുഅദ്ദിബുക അലാ ഖിലാഫി സുന്ന, നമസ്കാരത്തിന്റെ പേരിൽ നിന്നെ ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കൂല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന് നീ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതിന്റെ കടകവിരുദ്ധമായി നീ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെയാണ് നീ റുക്കൂ ചെയ്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെയാണ് നീ സുജൂദ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിന്നെ അള്ളാഹു ശിക്ഷിക്കാൻ കാരണമാകുമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൂഫ പള്ളിയിലേക്ക് മഹാനായ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു അവിടെ അനാചാരങ്ങൾ കാണുകയാണ്. ഈ അനാചാരങ്ങൾ കണ്ടപ്പോൾ മഹാനായ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് വരികയാണ്. എന്നിട്ട് രണ്ടുപേരും ഈ പള്ളിയിലേക്ക് തന്നെ ചെന്ന് നോക്കുമ്പോൾ എന്നിട്ട് അവിടെ വന്ന് ചോദിച്ചു, എന്താണ് നിങ്ങൾ ഈ പ്രവർത്തിക്കുന്നത്? ആ പള്ളിയിലുള്ളത് കുറച്ച് ആളുകൾ വട്ടം ഇരുന്ന് നമസ്കാരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ആ വട്ടം ഇരിക്കുന്നതിൽ നടുവിലൊരു മനുഷ്യനുണ്ട്. ആ ഇരിക്കുന്ന എല്ലാ ആളുകളുടെ കയ്യിൽ ഒരു കല്ലുമുണ്ട്. എന്നിട്ട് ഈ നടുവിലിരിക്കുന്ന മനുഷ്യൻ ഈ വട്ടത്തിലിരിക്കുന്ന ആളുകളോട് പറയുകയാണ്, സബ്ബിഹു മിഅ കബ്ബിറു മിഅ, അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് 100 വട്ടം ചൊല്ലൂ, അല്ലാഹു അക്ബർ 100 വട്ടം ചൊല്ലൂ, സുബ്ഹാനല്ലാഹ് 100 വട്ടം ചൊല്ലൂ എന്ന് പറയും. അപ്പോൾ ഈ ഇരിക്കുന്ന ആളുകളൊക്കെ 100 വട്ടം അത് ചൊല്ലുകയാണ്. അപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവരോട് പറയുകയാണ്, നിങ്ങളുടെ തിന്മ അത് എണ്ണിക്കൊള്ളൂ എന്ന് പറഞ്ഞു. നിങ്ങളുടെ തിന്മ അത് എണ്ണിക്കൊള്ളൂ, നിങ്ങൾ നന്മയിൽ നിന്ന് ഒരു കുറവും അപ്പോൾ ഉണ്ടാവില്ല, മറിച്ച് നിങ്ങളുടെ തിന്മ അത് എണ്ണിക്കൊള്ളൂ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവരോട് കൊടുക്കുന്ന ഒരു ഉപദേശം, വഹിഹക്കും യാ മുഹമ്മദ്, മുഹമ്മദിന്റെ ഉമ്മത്തെ നിങ്ങൾക്ക് നാശം, വഹിഹക്കും യാ ഉമ്മത്തി മുഹമ്മദ്, മുഹമ്മദിന്റെ ഉമ്മത്തെ നിങ്ങൾക്ക് നാശം, മാ അസ്റഅ ഹലകതകും, നിങ്ങൾ എത്ര പെട്ടെന്നാണ് നശിക്കപ്പെട്ടത്, നിങ്ങളെ പതനം എത്ര പെട്ടെന്നാണ്. പ്രവാചകന്റെ അനുചരന്മാർ അവിടെ ജീവിച്ചിരിപ്പുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസ്ത്രങ്ങൾ നുരുമ്പിപ്പോയിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാത്രങ്ങൾ, ഭക്ഷണം കഴിച്ച പാത്രങ്ങൾ അത്
ഉടഞ്ഞു പോയിട്ടില്ല. എന്നിട്ടും ഇത്തരത്തിലുള്ള ഒരു പതനത്തിലേക്ക്, ഇത്തരത്തിലുള്ള ബിദ്അത്തിലേക്ക് നിങ്ങൾ എത്തിയല്ലോ എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവരെ ഉപദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, വളരെ ഗൗരവത്തിൽ തന്നെ ഇതിന്റെ നഷ്ടം എന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ വിഷയം അവസാനിപ്പിക്കുന്നത്, ഇതിന്റെ നഷ്ടം എന്ന് വെച്ചാൽ ബിദ്അത്തുകാർക്ക് ഒരു ഹദീസിൽ വന്ന പ്രകാരം അതിന്റെ സനദൊക്കെ ഒരു സിഹത്തുള്ളതാണ്, പക്ഷെ പറഞ്ഞത് പ്രകാരം തൗബ സ്വീകരിക്കൂല. ബിദ്അത്തുകാരെ അത് ഒഴിവാക്കുന്നത് വരെ അത് തൗബ സ്വീകരിക്കൂല. പിന്നെ ആ അമൽ, അവന്റെ പ്രവർത്തനങ്ങളൊക്കെ ബാത്തിലാവും. കാരണം എന്താണ്? അവർ പ്രവർത്തിക്കുന്നതിലൊക്കെ ബിദ്അത്തുണ്ട്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അത് സ്വീകരിക്കാൻ സാധ്യമല്ല. രണ്ട് കാര്യമാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ. നമ്മൾ നമസ്കാരമാകട്ടെ, സുന്നത്ത് നമസ്കാരമാകട്ടെ, എന്താകട്ടെ, അതൊക്കെ സ്വീകരിക്കണമെങ്കിൽ ഒന്ന് ഇഖ്ലാസോട് കൂടി നിഷ്കളങ്കമായി അള്ളാഹുവിനെ മാത്രം ഉദ്ദേശിച്ച് അള്ളാഹുവിൽ വിശ്വാസം അർപ്പിച്ച് അവന് മാത്രം ചെയ്യേണ്ട അതാണ് ഒന്നാമത്തെ നിബന്ധന. രണ്ടാമത് അത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്രകാരമാണോ പഠിപ്പിച്ചത് അതുപോലെ ആയിരിക്കണമെന്നാണ്. നാളെ പരലോകത്ത് വരുമ്പോൾ നമ്മുടെ ഉമ്മത്തിന് മാത്രം നൽകപ്പെട്ടിട്ടുള്ള ഒരു മഹത്തായ അനുഗ്രഹമാണ് ഹൗദുൽ കൗസർ. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ആ ഹൗദുൽ കൗസറിൽ നിന്ന് തടയപ്പെടുന്ന, നാളെ ഉമ്മത്ത് ഇങ്ങനെ കടന്നു വരുമ്പോൾ ചില ആളുകളെ അവിടെ മലക്കുകൾ തടയപ്പെടും, മലക്കുകൾ അവളെ തടഞ്ഞു വെക്കും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ചോദിക്കും, ഇന്നഹും മിന്നി, അവർ എന്നിൽപ്പെട്ടവനല്ലേ? പക്ഷെ അവിടുന്ന് പറയപ്പെടും, ഇന്നക ലാ തദ്രി മാ അഹ്ദസു ബഅദക, നിന്റെ ശേഷം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷം എന്താണ് അവർ പ്രവർത്തിച്ചത് എന്ന് നിനക്ക് അറിയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയപ്പെടുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, സുഹ്കൻ സുഹ്ക, നിങ്ങൾ ഇവിടുന്ന് വിദൂരത്തേക്ക് പോ എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറയുമെന്ന് നാളെ പരലോകത്ത് വെച്ച്. അതുകൊണ്ട് ഒരേ ഒരു പരിഹാരമുള്ളൂ, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണോ കൊടുന്നത് അത് എടുക്കുക. ബാക്കിയുള്ളതൊക്കെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ വിരോധിച്ചത് അത് ജീവിതത്തിൽ നിന്ന് അവസാനിപ്പിക്കുക. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഹദീസാണ്, തറക്തു ഫീകും ഷൈഅൻ ലൻ തളല്ലു ബഅദഹുമാ. രണ്ട് കാര്യം ഞാൻ വിട്ടേച്ചു പോകുന്നു. ഒന്ന് കിതാബുള്ളയാണ്, രണ്ട് സുന്നത്താണ്. ഒരിക്കൽ ലൻ തളല്ലു, നിങ്ങൾ ഒരിക്കലും പിഴച്ചു പോകില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അത് ഇതേ സമാനമായ ഒരു ആയത്ത് വിശുദ്ധ ഖുർആനിൽ കാണാം. യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ വഅത്തിഉർ റസൂല വഉലിൽ അംരി മിൻകും ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയൊക്കെ നിങ്ങൾ അനുസരിക്കണം. നിങ്ങളിലുള്ള വലിയ കൈകാര്യകർത്താക്കളെയും വലിയ നേതാക്കന്മാരെയൊക്കെ നിങ്ങൾ അനുസരിക്കണം. പക്ഷേ ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ, നിങ്ങൾക്ക് വലിയ സംശയമുണ്ടായി, വല്ല കാര്യത്തിൽ, ദീനിന്റെ കാര്യത്തിൽ വല്ല സംശയമുണ്ടായാൽ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, അത് അള്ളാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും മടക്കണമെന്ന് പല ആളുകൾക്കും പല പേടിയാണ്. പല സംഘടനകളുണ്ട്, പല ആദർശ വ്യതിയാനങ്ങളുണ്ട്, പല തരത്തിലുള്ള വ്യത്യാസ ആചാരങ്ങൾ ചെയ്യുന്ന മുസ്ലിം സമൂഹമുണ്ട്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, വഇന്നഹു മൻ യഅശു മിൻകും ബഅദി, എന്റെ ശേഷം ആരെങ്കിലും ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഫസയറാ ഇഖ്തിലാഫൻ കസീറ, അവന് സമൂഹത്തിൽ ധാരാളം ഭിന്നിപ്പുകൾ, ധാരാളം വിശ്വാസ വ്യതിയാനങ്ങൾ, ആദർശ വ്യതിയാനങ്ങൾ, അത്തരത്തിൽ ധാരാളം അവൻ കാണാൻ സാധിക്കും. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ മർമ്മമായി ഒന്ന് പഠിപ്പിച്ചു, ഫഅലൈക്കും ബിസുന്നത്തി, അവിടെ നിങ്ങൾക്ക് എൻ്റെ സുന്നത്ത് മാതൃകയാണ്. എന്ന് നമുക്കറിയാം. കൃത്യമായി ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന അങ്ങനെ സ്വഹീഹായ ഹദീസ്, സ്വഹീഹ്, ലഈഫ്, മൗളൂഅ്, ഹസൻ, അങ്ങനെ കൃത്യമായി രേഖപ്പെടുത്തിപ്പെട്ട ഹദീസ് കൃത്യമായി സംരക്ഷിച്ചിട്ടുണ്ട്. ഫഅലൈക്കും ബിസുന്നത്തി, എൻ്റെ സുന്നത്ത് നിങ്ങൾക്ക് മാതൃകയാണ്. വസുന്നത്തി ഖുലഫാഇർ റാഷിദീൻ, അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും, അവരൊക്കെ ആ സർവത്രയായ ഖലീഫമാരൊക്കെ നിങ്ങൾക്ക് മാതൃകയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. എന്നിട്ട് പറഞ്ഞു, തമസ്സുഖു ബിഹാ, ആ സുന്നത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. വഅല്ലു അലൈഹാ ബിൻ നവാസ്, അണപ്പല്ലുകൊണ്ട് നിങ്ങൾ അതിനെ മുറുകെ പിടിക്കണം. വഇയ്യാകും വമുഹ്ദസാത്ത്, നിങ്ങൾ പുത്തനാചാരങ്ങളെ സൂക്ഷിക്കണം. ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ, എല്ലാ പുത്തനാചാരവും അത് ബിദ്അത്താണ്. വകുല്ല ബിദ്അത്തിൻ വലാ, എല്ലാ ബിദ്അത്തും അത് വലാലാണ്, വഴികേടിലേക്കാണ്. വകുല്ല വലാലത്തിൻ ഫിന്നാർ, എല്ലാ വഴികേടും അത് നരകത്തിലേക്കാണ്. യഹൂദന്മാർ 71 വിഭാഗമാവുകയിൽ നമ്മൾ 73 വിഭാഗമാകും ഖിയാമത്ത് നാളാവുമ്പോൾ. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, കുല്ലുഹും ഫിന്നാർ, എല്ലാവരും നരകത്തിലാണ്. ഇല്ലാ മില്ലത വാഹിദ, ഒരു സമൂഹം മാത്രം ഒഴികെ ബാക്കിയുള്ള എല്ലാവരും നരകത്തിലാണ്. അവിടുന്ന് അപ്പോൾ സ്വഹാബിമാർ ചോദിച്ചു, കാലു വമൻ ഹിയ യാ റസൂലല്ലാഹ്, അത് ആരാണ് റസൂൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവിടുന്ന് അനുചരന്മാർ ചോദിച്ചപ്പോൾ, മാ അന അലൈഹി വ അസ്ഹാബി, എൻ്റെ അനുചരന്മാർ, എൻ്റെ സ്വഹാബികൾ, ഞാനും പ്രവർത്തിച്ചത്, അങ്ങനെ പ്രവർത്തിച്ച് നടന്നവർ ആരോ അവരാണ് നാളെ ആ ഒരു മില്ലത്തുള്ള ആ 73 വിഭാഗത്തിൽപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തും അതുപോലെ തന്നെ അവിടുത്തെ അനുചരന്മാരെയും കൃത്യമായി അതുപോലെ നടന്നവർ, അതുപോലെ ജീവിതത്തിലെ ആരാധനകൾ ക്രമപ്പെടുത്തിയവർ, അവർക്കുള്ളതാണ് സ്വർഗം എന്നുള്ളത്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടി തന്നെ
നമ്മൾ അതിനെ മനസ്സിലാക്കണം. അത്തരത്തിലുള്ള ബിദ്അത്ത് നമ്മുടെ കൂട്ടുകാരിലോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലോ നടക്കുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മളെയാണ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ടത്. വിശുദ്ധ ഖുർആനും നമ്മുടെ മതത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഈഗോ ആണ്. കാരണം വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചത് ഖൂ അൻഫുസക്കും, ആദ്യം നിങ്ങളെ തന്നെ സംരക്ഷിക്കണം, പിന്നെയാണ് വഅഹ്ലീക്കും, പിന്നെ നിങ്ങളുടെ കുടുംബക്കാരെ സംരക്ഷിക്കണം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വല്ല ബിദ്അത്തുണ്ടെങ്കിൽ അത് പൂർണ്ണമായി വെടിഞ്ഞ് മുന്നോട്ട് പോകാൻ നാം ശ്രമിക്കുക. അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. നമ്മളിൽ വന്നു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു തരുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അസാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ റഹ്മതിക യാ റഹ്മാൻ റഹീം.